എന്റെ സഹോദരങ്ങള്, എന്റെ ഹസ്ബൻഡിന്റെ സഹോദരങ്ങൾ ആരും വിശ്വാസത്തിൽ വന്നിട്ടില്ല. My husband's siblings have not come to faith. പെട്ടെന്നുണ്ടായതായ ഞങ്ങളുടെ ഭവനത്തിലുണ്ടായതായ ചില പ്രതിസന്ധികളുടെ നടുവില് Because of certain difficulties that happened in our home, ഒറ്റപ്പെട്ട അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നു. we were alone. ഏകാന്തതയുടെ അനുഭവങ്ങള്, We were extremely alone. മാറ്റി നിർത്തിയ അനുഭവങ്ങള്. When circumstances where they pushed us aside. കഴിഞ്ഞ 15 വർഷമായി For 15 years, ഈ അനുഭവത്തിൽ കൂടി ഞാൻ കടന്നുപോയതാണ്. I have gone through this experience. എന്നാൽ കർത്താവ് ഇത്രത്തോളം സഹായിച്ചു. But God has kept us thus far. ഇത്രത്തോളം കൊണ്ടുവന്നു. God has brought us thus far. നിങ്ങൾ ആസാദി ടിവിയിൽ നോക്കിയാൽ എന്റെ ടെസ്റ്റിമണി കേൾക്കാൻ പറ്റും. If you watch Azar TV, you can see my testimony. ഇന്ന് പകൽക്കാലം എത്രമാത്രം പറയാൻ കഴിയുമെന്ന് എനിക്കറിയത്തില്ല. എന്റെ സമയത്തിന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഞാൻ അത് പറയുന്നതായിരിക്കും. I'm not sure how much time I have, but I'll try to limit it in my time. Praise the Lord. Praise ഞാൻ ഇന്ന് പകൽക്കാലം ഈ വചനം പറയുമ്പോൾ When I speak this word, ദൈവാത്മാവ് നിങ്ങളോട് ഇടപെടുന്നു എങ്കിൽ if the Holy Spirit touches you, നിങ്ങൾ മൗനമായിരിക്കരുത്. do not keep quiet. നിങ്ങൾ അത് ഏറ്റെടുക്കണം. You should accept it. ഞാൻ ഈ ബെഥസ്ദ മീറ്റിംഗ് നടത്തുന്ന സമയം When I run Bethesda meeting ഈ service 2024 in 2024, മൂന്നാം മാസത്തിൽ in the third month, നിങ്ങളുടെ വിശ്വാസത്തിന് വേണ്ടിയാ പറയുന്നത്. I'm telling for your faith. ഞാൻ ദൈവാത്മാവ് എനിക്ക് തന്ന ആലോചന പ്രകാരം പറഞ്ഞു, ഈ 2024 6 മാസത്തിനുള്ളിൽ ദൈവത്തിന്റെ പ്രവൃത്തി ഇതിനകത്തിരിക്കുന്ന ചില വ്യക്തി ജീവിതങ്ങളുടെ മേൽ നടക്കും. And the Holy Spirit said by the 6th month there's some things going to happen. അപ്പോൾ ഷാർജയിലായിരിക്കുന്ന ഒരു ആന്റി, And the auntie was living in Sharjah. അവര് CSI ബാക്ക്ഗ്രൗണ്ട് ആണ്. She's from a CSI background. ആന്റി ഉടനെ അത് തന്നെ ബൈബിളിന്റെ ബാക്ക് സൈഡിൽ എഴുതി വെച്ചു. And she wrote on the back of her Bible. കഴിഞ്ഞ ദിവസം And the other day, എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, she called me and said, സുനിലെ ഞാൻ അത് ഏറ്റെടുത്ത് എന്റെ ബൈബിളിൽ എഴുതി വെച്ചു. I had written it on the back of my Bible. ബെഥസ്ദ എന്നുള്ള പേരെഴുതി, And I wrote Bethesda there. എന്റെ പേരെഴുതി, I wrote your name. തന്റെ വിഷയം അതിനകത്ത് എഴുതി വെച്ചു. And I wrote my topic there. പ്രിയ ദൈവമക്കളെ, My child of God. തന്റെ ഒറ്റ ഒരു മകളെ ഉള്ളൂ. ആ മകളുടെ വിവാഹം കഴിഞ്ഞിട്ട് തലമുറയില്ല. She only had one daughter, but after marriage, no children. അതാണ് താൻ എഴുതി വെച്ചത്. That's what she wrote. ഒരു 2-3 ആഴ്ചക്ക് മുമ്പ് 2-3 weeks ago, എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, she called me and said, മകള് പ്രഗ്നന്റാ. my daughter is pregnant. Praise the Lord. Praise അത് God. ഞാൻ അങ്ങനെ പറഞ്ഞതുകൊണ്ടാകണമെന്നില്ല. I'm not saying because I said so, ദൈവം എന്നോട് അങ്ങനെ പറയാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു. but the Lord said me to say, and I said. പക്ഷേ ആന്റി വിശ്വസിച്ച് അത് ഏറ്റെടുത്തു. But auntie accepted it and believed it. അത് എഴുതി വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. And she wrote and prayed for it. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, That's why I said, ഇന്ന് രാത്രികാലം today evening, വചനം പറയുമ്പോൾ when I speak the word, ഇത് എന്നോടാണ് it's for me. എന്നുള്ളവര് If you feel, അത് ഏറ്റെടുത്തൊന്നും ദൈവസന്നിധിയിൽ നന്ദി പറഞ്ഞാൽ, അല്ലെ സ്തോത്രം പറഞ്ഞാൽ അവിടെ വിടുതലാണ്. if you accept it and say, praise God, that there is deliverance. ഒരു വാക്യം വായിക്കാം. Let's read a verse. അപ്പോസ്തല പ്രവൃത്തി Acts 12-ാം അധ്യായം 12th chapter, 11-ാം വാക്യം. 11th verse. അപ്പോസ്തല പ്രവൃത്തി Acts 12, 12:11. അതിന്റെ 11. അവിടെ പറയുകയാണ്, കർത്താവ് തന്റെ ദൂതനെ അയച്ച് ഹെരോദാവിന്റെ കയ്യിൽ നിന്നും യഹൂദ ജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചുവെന്ന് ഞാൻ ഇപ്പോൾ വാസ്തവമായി അറിയുന്നു. Now I know for certain the Lord has sent his angel and delivered me from the hand of Herod and from all expectation of the Jewish people. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. I'm not going to talk about the background. You're familiar with it. എന്നാൽ ഇവിടെ പത്രോസ് പറയുകയാണ്, But here Peter says, ഹെരോദാവിന്റെ കയ്യിൽ നിന്നും from the hand of Herod, സകല ജനത്തിന്റെ കയ്യിൽ നിന്നും from the expectation of the people, എന്നെ വിടുവിച്ചു എന്ന്, he has delivered me അവരുടെ സകല പ്രതീക്ഷയിൽ നിന്നും from all their expectation. എന്നെ വിടുവിച്ചു എന്ന് He has delivered me. ഞാൻ ഇപ്പോൾ വാസ്തവമായി അറിയുന്നു. Now I know it for certain. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, Today evening, whoever is listening to me, ചിലപ്പോഴും നമ്മുടെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോയ ചില സന്ദർഭങ്ങളുണ്ടല്ലേ? there are circumstances where you have lost your expectations. തലമുറകൾ ഉണ്ടായി അവരെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ ചില പ്രതീക്ഷകൾ നമുക്കുണ്ട്. When we bring up our children, we have certain expectations. എന്നാൽ പലപ്പോഴും ആ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ അനുഭവങ്ങള്, But a lot of time we are lost of expectation. കുടുംബ ജീവിതത്തിലേക്ക് വളരെ പ്രതീക്ഷയോടെ കാലങ്ങോട്ട് ചുവട്ട് വെച്ചു കഴിയുമ്പോൾ ആ പ്രതീക്ഷ പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവങ്ങള്. When you get into a happy
happy married life with expectation, and those expectations do not come to pass. ചില രോഗങ്ങൾ നമ്മുടെ ശരീരത്തിൽ വന്ന് അല്ലെങ്കിൽ നമ്മുടെ പ്രതീക്ഷകളെ നഷ്ടപ്പെടുത്തുന്നതായ അനുഭവങ്ങള്. When your health starts deteriorating and your hope goes. എന്നാൽ ഈ പ്രതീക്ഷകളൊക്കെയും അസ്തമിക്കുമ്പോൾ But when all these expectations crash, അവിടെ ഇറങ്ങി വരുന്ന ഒരു ദൂതനുണ്ട്. but there's an angel that comes down. കർത്താവ് ഇറങ്ങി വരുന്ന സന്ദർഭങ്ങളുണ്ട്. There's a circumstance when God comes. ഇന്ന് പകൽക്കാലം ആര് വിശ്വസിക്കുന്നു? Today morning, who is going to believe it? പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്ന പ്രിയ മാതാവേ, The mother who is lost expectation. പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, The brothers who have lost expectation. പ്രതീക്ഷ നഷ്ടപ്പെടുവാൻ നമ്മുടെ ദൈവം അനുവദിക്കുന്ന ദൈവമല്ല. God is not a God who takes away your expectation. ശത്രുവിന്റെ പ്രതീക്ഷകളെ ഇല്ലാതാക്കുന്ന ദൈവം, God makes the expectation of the enemy ദുഷ്ടന്റെ void. പ്രതീക്ഷകളെ ഇല്ലാതാക്കുന്ന ദൈവം, God makes the expectation of the enemy അവൻ void. പ്രതീക്ഷിക്കുന്ന പ്രതീക്ഷകൾക്ക് അത്തരം ചുവട് വയ്ക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. God is not a God who doesn't bring our expectation to pass. പ്രാർത്ഥിക്കുന്ന പ്രിയ ദൈവ പൈതലേ, Child who prays, കരയുന്ന പ്രിയ ദൈവ പൈതലേ, the child who cries, ഉപവസിക്കുന്ന പ്രിയ ദൈവ പൈതലേ, child who fasts. എന്നും പ്രതീക്ഷകൾ അസ്തമിച്ച് നമ്മൾ കിടക്കുവാൻ അവൻ അനുവദിക്കത്തില്ല. He will not let you be disappointed. മനുഷ്യന്റെ പ്രതീക്ഷകളല്ല നമ്മുടെ ദൈവത്തിന്റെ പ്രതീക്ഷ. Human expectation is not our God's നമ്മുടെ expectation. ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു പ്ലാൻ ഉണ്ട്. God has a plan for you. നമ്മുടെ ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. God has a purpose for you. കഷ്ടത കടന്നു വരാം, The difficulties will come. തീച്ചൂളകൾ കടന്നു വരാം. You will go through fire. പക്ഷേ ആ തീച്ചൂളക്കകത്തിട്ടിട്ട് മാറി നിൽക്കുന്ന ഒരു ദൈവം അല്ല നമ്മുടെ ദൈവം. God is not a God who puts you in the fire and walks away. ഹല്ലേലൂയ. Hallelujah. പോകുവാൻ അവൻ അനുവദിക്കുന്ന ദൈവമല്ല. He will not allow you to be burned. Praise the Lord. Praise Hallelujah. God. Hallelujah. Praise the Lord. പ്രിയ ദൈവമക്കളെ, Hallelujah. Child of ദൈവത്തിന് God. ഒരു പെർഫെക്റ്റ് ടൈം ഉണ്ട്. God has a perfect time. ആ പെർഫെക്റ്റ് ടൈം വെളിപ്പെടുമ്പോൾ When that perfect time is revealed എന്നെ കുറിച്ച്, for you, പ്രിയ ദൈവ പൈതലേ, നിങ്ങളെ കുറിച്ച് for child of God, for you, മനുഷ്യൻ പ്രതീക്ഷിച്ച സകല പ്രതീക്ഷകളും ഉടഞ്ഞു പോകും. when all the human expectations crash, ഇന്ന് രാത്രികാലം ആര് വിശ്വസിക്കുന്നു? today evening, who will believe? ദൈവത്തിനൊരു പെർഫെക്റ്റ് ടൈം ഉണ്ട്. God has a perfect time. ദൈവത്തിനൊരു തക്ക സമയമുണ്ട്. God has an accurate time. വെയിറ്റ് ചെയ്യാൻ തയ്യാറാണോ? Are you ready to wait? വെയിറ്റ് ചെയ്യുവാൻ തയ്യാറാണോ? Are you ready to wait? നമുക്കൊരു വാക്യം വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം Let's read Luke 8-ാം അധ്യായം, chapter 8, അതിന്റെ 43-ാം വാക്യം. verse 43. Praise the Lord. 8-ാം അധ്യായം. നമുക്ക് സുപരിചിതമായ ഒരു ഭാഗമാണ്, സമയമില്ലാത്തത് കൊണ്ട് ഞാനത് വായിക്കുന്നില്ല. ഇവിടെ പ്രാർത്ഥിച്ചപ്പോൾ ഒരു സഹോദരി പറയുവാനിടയായി, 12 വർഷമായി. And here it's a very familiar passage, and here we read a woman for 12 years. രക്തസ്രാവമുള്ള ഒരു സ്ത്രീ, She used to have a flow of blood. തന്റെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു. She have all her expectations have gone. രക്തസ്രാവമുള്ള ഒരു സഹോദരിക്ക്, And for this woman who had a flow of blood, അവിടുത്തെ നിയമം അനുസരിച്ച് പുറത്തിറങ്ങുവാനുള്ള സാഹചര്യമില്ല. as per the law at that time, she cannot even come out. വൈദ്യന്മാരാല് ഹല്ലേലൂയ ഹോസ്പിറ്റലുകളിൽ കയറി ഇറങ്ങി. She was treated by many physicians, തനിക്ക് വിടുതൽ കിട്ടിയില്ല. but she didn't get deliverance. വളരെ നിരാശയോടെ And she was very unhappy, താൻ ഭവനത്തിനകത്തിരിക്കുക. and she is staying inside a home. പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. She cannot go out. ആരെയും കാണാൻ കഴിയുന്നില്ല. She cannot see anybody. ഭവനത്തിൽ ഉള്ളവരുടെ പ്രതീക്ഷ അസ്തമിച്ചു. And the expectation of the home പക്ഷേ also is gone. കർത്താവ് കടന്നു വരികയാ. But our Lord is coming. അവൾ മറ്റൊന്നും നോക്കിയില്ല. He didn't see anything else. മനുഷ്യരെ നോക്കിയില്ല. He didn't look at humans. നിയമങ്ങളെ നോക്കിയില്ല. He didn't look at laws. നോക്കിയില്ല. He didn't look at establishment. ഒന്നും നോക്കിയില്ല. He didn't look at anything. ഞാൻ നോക്കിയില്ല. He's walking. ഹല്ലേലൂയ. ആ Hallelujah. പൊങ്ങലിൽ ഒന്ന് തൊടാൻ To touch the hem. ഇന്ന് രാത്രികാലം പ്രിയ ദൈവ പൈതലേ, Tonight, child of God, തൊടാൻ ആഗ്രഹിക്കുന്ന, do you desire to touch? ഹല്ലേലൂയ കരസ്പർശനം അനുഭവിക്കാൻ Do you ആഗ്രഹിക്കുന്ന, Do you desire to touch? ഒരു വാക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്ന, If you desire to hear a word, ഹല്ലേലൂയ പ്രിയ ദൈവ പൈതലേ, dear child of God, ഇന്ന് രാത്രികാലം ദൈവം വിടുവിക്കുന്ന ദൈവമാ. God is a God who stays with you. ഹല്ലേലൂയ അവൾ വിചാരിച്ചു ആരും അറിഞ്ഞില്ലെന്ന്. She thought that nobody knew, ഹല്ലേലൂയ കർത്താവ് ചോദിക്കുക, എന്നെ തൊട്ടതാരാ? but the Lord asked, who touched me? ജനം അറിഞ്ഞില്ല. The people who walked didn't know. കൂടെ നടന്ന ഹല്ലേലൂയ അപ്പോസ്തലന്മാർ അറിഞ്ഞില്ല. The disciples did not know. അവരിൽ നിന്ന് നല്ല ശക്തി പുറപ്പെട്ടത് The power has left Jesus, പിന്നെ ആരിൽ നിന്നാ? but from who? നമുക്ക് വേണ്ടി അവസാന തുള്ളി രക്തവും ഊറ്റി തന്ന
He's a God who gave the last drop of blood. മനസ്സിൽ നമ്മളെ വിലയ്ക്ക് വാങ്ങിയ He purchased us with the blood. അപ്പന്റെ ശരീരത്തിൽ നിന്ന് ആ ശക്തി പുറപ്പെട്ടത്. From the Father, the power has gone. ഹല്ലേലൂയ. Hallelujah. അവൾ ഹല്ലേലൂയ സമർപ്പിച്ചു, ഞാനാണെന്ന് സമ്മതിച്ചു. She accepted and surrendered. അവൾക്ക് വിടുതൽ കിട്ടിയതാ. That day she got a deliverance. ഇത്രകാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, Dear child who is listening today, ഒരുപക്ഷേ maybe ഡോക്ടേഴ്സിന്റെ വിധി doctor's നമുക്ക് judgment അനുകൂലമല്ലായിരിക്കാം. may not be in your favor. അനുകൂലമല്ലായിരിക്കാം. Their report may not favor you. എന്ത് രോഗമായാലും, Whatever your problem is, എന്ത് രോഗം, whatever the disease, അടിപ്പിണരാലുള്ള സൗഖ്യം, the hand that is pierced will deliver you. സൗഖ്യം. The hand that is pierced will deliver you. ഹല്ലേലൂയ. ശതാധിപൻ പറഞ്ഞതുപോലെ, As the centurion said, നിങ്ങളുടെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. I'm not worthy to come under your ഒരു home, വാക്ക് കൽപ്പിച്ചാൽ, but just come on. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമൈതലേ, Tonight, whoever listens, ഒരു വാക്ക് കൽപ്പിച്ചാൽ just come on. വിടുതല. The deliverance is there. The deliverance is there. ഇപ്പോഴും ഡോക്ടേഴ്സിന്റെ വിധി നമ്മൾ തീർന്നുവെന്ന് ചിന്തിച്ചതല്ലേ? Many times the doctor said it's gone, you're over. ഹല്ലേലൂയ. Hallelujah. വിടുതൽ പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് രാത്രികാലം ഇവിടെ ഇരിപ്പുണ്ട്. The Lord of believers who have got deliverance. ഒന്ന് ദൈവത്തിന് നന്ദി പറയാൻ കഴിയുമോ? Are you able to say thank you to God? ഒരുപക്ഷേ 2 മാസം 6 മാസം 1 വർഷം അവര് പറഞ്ഞു കാണുമായിരിക്കാം. Maybe they said 2 months, 6 months, or 1 year. പക്ഷെ ഇന്നും ശരീരത്തിൽ രോഗമായിരിക്കുന്നവർ കാണും. But there are today people here who are sick. പ്രിയ ദൈവമക്കളെ, ഹോസ്പിറ്റലിൽ പോയാൽ Dear child of God, if you go to the അവരുടെ hospital, അവരുടേതായ കാര്യങ്ങളൊക്കെയും പറയും. they speak about their things. എക്സ്റേ എടുക്കാൻ പറയും. They'll talk about they take X-ray. പറയും. They ask you to take scan, ECG എടുക്കാൻ പറയും. take ECG. ഇതിനുള്ള മരുന്നുകളെല്ലാം കുറിച്ചു തരും. They'll give you all the medicines. പക്ഷേ നമ്മുടെ അപ്പൻ ഒരു വാക്ക് കൽപ്പിച്ചാൽ, But if the Father gives one നമ്മുടെ word, അപ്പൻ ഒരു വാക്ക് കൽപ്പിച്ചാൽ, if the Father gives one word, അവിടെ വിടുതല. there's deliverance. അവിടെ വിടുതല. There's a deliverance. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. നമുക്കൊരു വാക്യം കൂടെ വായിക്കാം. Let's Praise the Lord. read one verse. യോഹന്നാന്റെ സുവിശേഷം John അതിന്റെ 5-ാം അധ്യായം chapter 5, അതിന്റെ 1-ാം വാക്യം, നമുക്ക് അതും അറിയാവുന്ന verse 1. We are familiar with it. ഹല്ലേലൂയ. Hallelujah. ഓക്കെ, നമുക്ക് അറിയാവുന്ന യഹൂദന്മാരുടെ ഒരു ഉത്സവം ഉണ്ടായിട്ട് യേശു യെരുശലേമിലേക്ക് കടന്നു പോവുക. There was a feast of Jews and Jesus went up to Jerusalem. ഇവിടെ നമുക്ക് കാണാം ഹല്ലേലൂയ, ബെത്സൈദ എന്ന ഹല്ലേലൂയ കുളക്കടവില് 38 വർഷമായി കിടക്കുന്ന ഒരു മനുഷ്യൻ. Here next to Bethsaida there is a man who was sick for 38 years. വളരെ പ്രതീക്ഷയോടെയാണ് താൻ ആ കുളക്കടവിൽ വരുന്നത്. He is lying there with expectation. വളരെ പ്രതീക്ഷയോടാ. She's got expectation. 1 വർഷം കഴിഞ്ഞു, 1 year passed, 2 വർഷം കഴിഞ്ഞു. 2 year passed. താൻ ഹല്ലേലൂയ വല്ലപ്പോഴുമാണ് ആ കുളം ഒന്ന് കലക്കുന്ന സമയത്ത് അവിടെ ഇറങ്ങണം. Well, sometimes the pool is stirred and he needs to go in. താൻ ഇറങ്ങാൻ ചെല്ലുന്നതിന് മുമ്പ് തനിക്ക് മുമ്പായി മറ്റാരെങ്കിലും ഇറങ്ങും. But before he can, somebody else jumps in. പ്രിയ ദൈവമക്കളെ, Dear child of God, 38 വർഷം 38 years. തന്റെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു. All his hope is gone. ഇനി ഇവിടെ തന്നെ ആയിരിക്കാം എന്റെ മരണം. My death will be over here. താൻ ഹല്ലേലൂയ പറയുന്ന ഒരു കാര്യമുണ്ട്. There's one thing he says. എന്നെ ഇതിനകത്തേക്ക് ഇറക്കാൻ ആരുമില്ല. There's nobody here to put me down. എന്നെ സഹായിക്കാൻ ആരുമില്ല. There's nobody to help me. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, Tonight, whoever is listening to me, നമ്മളൊക്കെയും പലപ്പോഴും പറയുന്ന ഒരു വാക്കുകളല്ലേ, there is a word they say all the time. എന്നെ സഹായിക്കാൻ ആരുമില്ല, There is nobody to help എന്നെ me. ഒന്ന് മനസ്സിലാക്കാൻ ആരുമില്ല, There is nobody to understand എന്നെ me. ഒന്ന് വിടുവിക്കാൻ ആരുമില്ല. There's nobody to deliver me. സ്വന്തം ഭവനത്തിൽ പോലും Nobody in my house. മാതാപിതാക്കൾക്ക് എന്നെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. My parents don't understand me. എന്റെ ഭർത്താവിനോ ഭാര്യയ്ക്കോ എന്നെ മനസ്സിലാക്കാൻ My husband കഴിയുന്നില്ല. or my wife doesn't understand me. എന്റെ തലമുറകൾക്ക് എന്നെ മനസ്സിലാക്കാൻ My കഴിയുന്നില്ല. children don't understand me. ഇവിടെ കർത്താവ് പറയുകയാണ്, The Lord says, ഹല്ലേലൂയ, നിനക്ക് എന്തു വേണം? what do you need? അവനെ ഒന്ന് തൊടുകയാ, He's just touching അവനെ him. ഒന്ന് തൊടുകയാ. He's just touching him. Praise the Lord. Praise അവൻ God. വിടുതൽ പ്രാപിക്കുവാനിടയായി. And he was able to get deliverance. പ്രിയ ദൈവമക്കളെ, കർത്താവ് കണ്ടാൽ, When, child of God, if God sees you, കർത്താവ് കണ്ടാൽ, if God sees you, കർത്താവ് അടുത്തു വന്നാൽ, if God comes close to you, കർത്താവ് മനസ്സലിഞ്ഞാൽ, God feels pity for അവിടെ you. വിടുതല, There's deliverance. അവിടെ വിടുതല. There's deliverance. നമുക്കറിയാം നയീൻ പട്ടണത്തിലെ വിധവയെ കുറിച്ചറിയാം. And we know about the widow. ഹല്ലേലൂയ. Hallelujah. അത് മർക്കോസിന്റെ സുവിശേഷം, In ഹല്ലേലൂയ, chapter Mark 7-ാം അധ്യായം 7, അതിന്റെ 11-ാം വാക്യത്തില്, verse 11. ഹല്ലേലൂയ, നയീൻ Hallelujah. പട്ടണത്തിലെ
വിധവ. And there is a woman from Naim. വിധവ എന്ന് പറയുമ്പോൾ നമുക്കറിയാം തനിക്ക് ഭർത്താവില്ല. When we hear widow, that means there's no husband. ഏകനായ ഒരു മകനാ. But she's one person, ഈ മകനും മരിച്ചുപോയി. and this one son ആ also died. ദേശക്കാര് പറഞ്ഞു കാണും, And people would have said, ഇവിടെ ഒരവസ്ഥ. there is this situation. ആകപ്പാടെ പ്രതീക്ഷ ഉണ്ടായത് ആ മകനില. All her expectation was upon the son, ഇന്ന് ആ മകനും മരിച്ചു. and now the son has perished. കൂടെ പോകുന്ന യഹൂദ ജനങ്ങളൊക്കെയും കൂടെ പോകുന്നുണ്ട്, അവര് വിഷമിക്കുന്നുണ്ട്, അവര് പറയുന്നുണ്ട് നീ കരയണ്ടായെന്ന്. പക്ഷേ ആ പറച്ചില് അവക്കൊരാശ്വാസമായില്ല. And people around her are telling her not to feel sad, but it's no consolation for her. ഈ ബോഡിയുമായി And with this body, മഞ്ചത്തില് and among the crowd, അവര് ഹല്ലേലൂയ പുറത്തേക്ക് ഇറങ്ങിയ. and she's stepping out, നൈനില് വലിയൊരു പട്ടണമാണ്. and it's a big city. അതിന്റെ ഗേറ്റിനകത്തു നിന്ന് And from the gate, ഇവര് പുറത്തോട്ടിറങ്ങിയ. and she's coming out. ഇവര് പുറത്തോട്ടിറങ്ങുമ്പോൾ And as she comes out, അകത്തു നിന്ന് ഒരു കൂട്ടം ഹല്ലേലൂയ പുറത്തേക്ക് കയറുക. and from outside, one group is coming in, അതിനകത്ത് നമ്മുടെ and അപ്പനുണ്ടായിരുന്നു. there our father is there. അതിനകത്ത് നമ്മുടെ Our അപ്പനുണ്ടായിരുന്നു. father is in there. കർത്താവ് ഹല്ലേലൂയ അവളെ കണ്ടു മനസ്സലിഞ്ഞു. He saw her and felt pity. അവളോട് പറയുക കരയണ്ട. And she's saying, don't cry, പ്രിയ ദൈവ പൈതലേ, dear child of God. അവൻ മഞ്ചത്തെ തൊട്ടു. He touched the body, മരിച്ചു കിടന്നവനെ ജീവനോടെ മടക്കി കൊടുത്തു. and the son who was dead came to life. ഇന്ന് രാത്രികാലം Tonight, ആത്മീക മരണം സംഭവിച്ച തലമുറകളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ, and today I want to tell parents who are crying for the children who are spiritually dead. അനേക തലമുറകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് We live in നമ്മളായിരിക്കുന്നത്. a world where the children are being lost. ഞാൻ ഹല്ലേലൂയ മീറ്റിംഗ് നടത്തുന്നതായതുകൊണ്ട് എനിക്കറിയാം, I know because I run meetings. അനേക അമ്മമാർ വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. A lot of things mothers call out. ഞാൻ പറഞ്ഞല്ലോ, വളരെ പ്രതീക്ഷയോടെ വളർത്തിക്കൊണ്ടുവരുന്നതാ. Is a child who is brought up with ഒരു expectation, സുപ്രഭാതത്തിൽ അവർ നമ്മുടെ കൈവിട്ടു പോകുന്നു. and one morning he's left your hands. മാതാപിതാക്കളെ അനുസരിക്കുന്നില്ല, He's not listening to parents. ആരാധനയ്ക്ക് കടന്നു വരുന്നില്ല. He's not coming to church പ്രിയ ദൈവമക്കളെ, ഒന്നിച്ചിരുന്നൊന്ന് ആരാധിക്കാൻ, to sit together and pray, ഒന്നിച്ചിരുന്നൊന്ന് ഫുഡ് കഴിക്കുവാൻ to sit together and have food. കഴിയാത്ത എത്രയോ ഭവനങ്ങള് How many families are there? ദൈവവചനത്തിൽ പറയുന്നു, And the Bible says, നിന്റെ മക്കൾ and your children, വലയിൽ അകപ്പെട്ട if they are in the net മാൻ എന്ന പോലെ. as deer, ഹല്ലേലൂയ. പ്രിയ മക്കളെ, പിശാചിന്റെ വലയില് കുടുങ്ങിക്കിടക്കുന്നതായ ഒരു കൂട്ടം തലമുറകള് the children who are captured in the devil's net. ഹല്ലേലൂയ കരയേണ്ടിയ സമയമാണ്. It's a time to cry. കരയേണ്ടിയ സമയമാണ്. It's time to cry. ഹല്ലേലൂയ. Hallelujah. ഈ കാലഘട്ടത്തില് In this time, അവരെ ഉപദേശിച്ചതുകൊണ്ടോ, because you advise അവരെ them, അടിച്ചതുകൊണ്ടോ because you discipline them, പ്രയോജനമില്ല. there's no use. എന്നാൽ കരയുന്ന മാതാവേ, But crying mother, കരയുന്ന പിതാവേ, crying father, തലമുറകൾ നഷ്ടപ്പെട്ടു പോകത്തില്ല. your children will not be lost. Praise the Lord. Hallelujah. 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 ഞാൻ എന്റെ ഹല്ലേലൂയ സാക്ഷ്യം കൂടി അല്പമായിട്ട് പറയട്ടെ. I'm going to share my testimony. Praise the Lord. ഞാൻ ഹല്ലേലൂയ, ഞങ്ങള് മർത്തോമ ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ചു വളർത്തപ്പെട്ടതാണ്. I was born in a Mathoma background. കോഴഞ്ചേരിയിലാണ് എന്റെ വീട്. I'm from Korinjeri. ഞാൻ പറഞ്ഞല്ലോ, എന്റെ പിതാവ് ഹല്ലേലൂയ അവിടെ ഒരു ബിസിനസ്സുകാരനായിരുന്നു. My father was a businessman. ഞങ്ങള് 5 പെൺപിള്ളാരില് ഞാൻ അഞ്ചാമത്തേതാണ്. We have 5 daughters and I'm the 5th. ഞാൻ അഞ്ചാമത്തേതായതുകൊണ്ട് ആ ബിസിനസ് അല്ലെങ്കിൽ ഞങ്ങളെ ഏൽപ്പിച്ചു. And he handed the business to us. എന്നാല് 3 വർഷം ചെയ്തു. We did it for 3 years ആ കട പൊട്ടുവാനിടയായി. and the business went under. ഞങ്ങൾ വളരെ നല്ല രീതിയിൽ കൊണ്ടുവന്ന ഒരു ബിസിനസ് ആണ്. And it is a business we ran ഞങ്ങൾ nicely. 5 പേരെ കെട്ടിച്ചു, And 5 of us were married ഭവനം പണിതു, and built houses. എല്ലാം നന്നായി പോയതാ. Everything went well. അത്തിക്കയത്തുള്ള ഒരു ഉപദേശി And then one preacher came ഭവനത്തിൽ വന്ന് പ്രാർത്ഥിച്ച്, ഈ കടയിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് and he prayed in the shop എന്റെ മദർലോയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, and went to my mother-in-law. ഈ മകൻ കർത്താവിന്റെ വേലയ്ക്കുള്ളതാ, And this child is for God's ബിസിനസ് ചെയ്യാനുള്ളതല്ല. ministry, not to do business. പക്ഷെ അന്ന് കർത്താവിന്റെ വേല എന്താന്ന് ഞങ്ങൾക്ക് അറിയില്ല. And that time we didn't know what's ministry. എന്നാ വെറും 1.5 ലക്ഷം രൂപ ഞങ്ങൾക്ക് കടമായി. And we had 1.5 lakh അത് വീട്ടാൻ debt. വേണ്ടി താൻ ബഹറിന്റെ പ്രദേശത്തേക്ക് കടന്നു പോകുക. And he went to Bahrain to work for it. 1.5 വർഷക്കാലം ബഹറിന്റെ പ്രദേശത്ത് അലഞ്ഞു നടന്നു. And 1.5 years he was around in Bahrain. അവിടെ നിന്ന് അബുദാബിക്ക് പോയി. And then he went to Abu Dhabi. താൻ 94-ൽ അവിടെ വെച്ചാണ് കർത്താവിന്റെ കൽപ്പന അനുസരിക്കുന്നത്. And then he surrendered to do the word of God. തനിക്ക്
95-ൽ ആദ്യത്തെ ഒരു അറ്റാക്ക് വരികയാണ്. And in 95, he gets the first heart attack. അന്ന് ഞങ്ങൾ ബാംഗ്ലൂരില് And in Bangalore, മൂത്ത പൈതല് 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. the elder child is in second standard. ഇളയ പൈതല് ജനിച്ചു 15 ദിവസമേ ആയുള്ളൂ. And the second child was born and only 15 days old. താൻ മടങ്ങി ബാംഗ്ലൂരിന്റെ പ്രദേശത്ത് കടന്നു വരുവാൻ ആഗ്രഹിച്ചു. And he desired to come back to Bangalore. പലരും അത് വിലക്കിയത് കൊണ്ട് വന്നില്ല. And because lot of people said not to come, he didn't come. എന്നെയും കുഞ്ഞുങ്ങളെയും കൂടി അങ്ങോട്ട് കൊണ്ടുപോയി. And he took me and the kids over. 3 വർഷക്കാലം ഞങ്ങള് ഹല്ലേലൂയ അബുദാബിയിലും ദുബൈയിലുമായിട്ട് നിന്നു. We stood for 3 years. We were in Abu Dhabi and Dubai. അവിടെ ചെന്ന് എനിക്ക് ആ സമയത്ത് ഗൾഫിന്റേതായ യാതൊരു സന്തോഷവും ഞാൻ കണ്ടില്ല. I didn't find any satisfaction in God. കാരണം എന്റെ ഹസ്ബൻഡിന്റെ സാലറി 1800 ദർഹം സാലറിയാ. And my husband's salary was 1,900 dirhams. ഗൾഫിലുള്ളവർക്ക് മനസ്സിലാകാം. Those who are from Gulf will know. വീട്ടിന്റെ റെന്റ് കൊടുക്കണം. The rent of the house മൂത്ത should be paid. പൈതലിനെ ഹല്ലേലൂയ സ്കൂളിൽ വിടണം. And the elder child has to go to school. ഇളയ പൈതലിനെ പാല് വാങ്ങിച്ചു കൊടുക്കണം. And for the younger child, you to give milk. വളരെ ബുദ്ധിമുട്ടിൽ കൂടി കടന്നുപോയി. We were in extreme ഇതിന്റെ difficulty. ഇടയ്ക്ക് എന്റെ പിതാവ് ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. In between this, my father passed on. അതിന് മടങ്ങി ബാംഗ്ലൂരിൽ വന്ന ചെലവ്. And the expense for to come back to Bangalore. അങ്ങനെ ഓരോ ദിവസവും ഈ അബുദാബിയിലും ദുബൈയിലും ഒന്നും പെർമനന്റ് ആയിട്ട് ഒരു ജോലിയില്ല. And between Abu Dhabi and Dubai, we didn't get a permanent job. അങ്ങനെ ഞങ്ങൾ 3 വർഷം കഴിഞ്ഞ് ഞങ്ങളുടെ വിസ തീർന്നു. And after 3 years, our visa got over. മടങ്ങി ഞാൻ ബാംഗ്ലൂരിൽ വരികയാണ്. And we come back to Bangalore. അവിടെ വെച്ച് ദുബൈ വെച്ചാണ് ഞാൻ ഹല്ലേലൂയ അബുദാബി വെച്ചാണ് ഞാൻ കർത്താവിന്റെ കൽപ്പന അനുസരിക്കുന്നത്. And I answered the Lord in Abu Dhabi അത് 96-ലാണ്. in 96. ഞാൻ ഹല്ലേലൂയ അന്നൊരു ദേവദാസനും ദാസിയും എന്നോട് സുവിശേഷം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, And one servant of God and his wife told the salvation to me. മർത്തോമായി തന്നെ നല്ല രീതിയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. And we live very well in the Marthoma faith. ബൈബിൾ വായിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, കുടുംബ പ്രാർത്ഥനയുണ്ട്. We read the Bible, we study it, and we also have family prayer. എന്തു വന്നാലും ഞാൻ ഈ മിന്നുതാലി പൊട്ടിക്കത്തില്ല. And whatever happens, I will not take off my marital necklace. ദേവദാസൻ എന്നോട് പറഞ്ഞു, സുനിലെ ഇപ്പോൾ സ്നാനപ്പെടണ്ട. The servant of God said, don't get baptized ഞാൻ now. അത് പറഞ്ഞ് അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ And after I said and sat down, ദൈവാത്മാവ് എന്നോട് ഇടപെട്ടു. and the Holy Spirit spoke to me. ഞാൻ തന്നെ വഴിയും സത്യവും I'm ജീവനുമാകുന്നു. the way, the truth, and life. Praise the Lord. Hallelujah. നീ മനുഷ്യനെ നോക്കണ്ട, Don't look at humans. എന്നെ നോക്ക്. Look at me. അന്നേരം തന്നെ ചാടി എഴുന്നേറ്റ് സ്നാനത്തിനുള്ള തീരുമാനമെടുത്തു. And that time itself, I stood up and I took a decision to get baptized. മർത്തോമയിലായിരിക്കുമ്പോൾ തന്നെ BBS പഠിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ടതാ. And when I was in Marthoma, I studied during VBS and I committed to the Lord. ചെറിയ മീറ്റിംഗിൽ അഭിഷേകം പ്രാപിച്ചതാ. In a small meeting, I even got the Holy Spirit. എന്നാൽ കോളേജിലൊക്കെ പോയപ്പോഴത്തേക്ക് ഇതെല്ലാം നഷ്ടമായി But പോയി. when I went to the college, all this went away. ലോകത്തിന്റേതായ മോഹങ്ങളിൽ കൂടി കടന്നുപോയി. I was involved with the world. എന്നാൽ അവിടെ വെച്ച് വീണ്ടും എന്റെ അഭിഷേകം കർത്താവ് മടക്കി തന്നു. But God brought back the anointing again. മടങ്ങി ബാംഗ്ലൂരിൽ വന്നു. I came back to Bangalore. ആദ്യമായിട്ട് ബാംഗ്ലൂരിലെ മത്തിക്കര എന്ന് പറഞ്ഞ ആ സ്ഥലത്ത് IPC ചർച്ചിൽ കടന്നു പോകുക. And we went to a place called Matikara IPC Church. ഈ 1.5 ലക്ഷം രൂപ കടം വീട്ടാൻ പോയ ഞങ്ങൾക്ക് When we went abroad to solve the 1.5 lakh debt. 8 ലക്ഷം രൂപ കടമായി. And we came back with 8 lakhs. നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എന്താ കാരണമെന്ന്. You can understand why. സാലറി കുറവ്, The salary is low. റെന്റ് കൊടുക്കണം, We have to give rent. ഞങ്ങളുടെ ഹല്ലേലൂയ താമസം, നാട്ടിലോട്ടുള്ള യാത്ര, ഇതിന്റെ ഇടയ്ക്ക് പിതാവിന്റെ മരണം. And we had to come back to India, the father passing away. നാട്ടിലെ 8 ലക്ഷം രൂപ അവിടുത്തെ ദറംസ് ആണ്. And that is equivalent to dirhams. അങ്ങനെ ഞാൻ ബാംഗ്ലൂരിൽ വന്നതിന് ശേഷം After I came back to Bangalore, ഞാൻ കടന്നുപോയ ദൈവസഭയിൽ പാസ്റ്റർ വർഗീസ് ഫിലിപ്പ് ഇപ്പോൾ കർണാടക ജനറൽ സെക്രട്ടറിയാണ്. and it was Pastor Varghese Philip. He's a general secretary of Karnataka. എന്നോട് വന്ന് പറഞ്ഞു, He came and told me, നിങ്ങൾ കർത്താവിന്റെ വേലയ്ക്കുള്ളതാ. you are for the ministry. എത്ര ജോലി ചെയ്താലും How much work you do, ഈ കടം വീടത്തില്ല. this debt will not go. നിങ്ങൾ കർത്താവിന്റെ വേലയ്ക്കുള്ളതാ. You are for the ministry. ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു. I told my husband. ഹസ്ബൻഡ് പറഞ്ഞു, എന്നോട് ദൈവം സംസാരിക്കട്ടെ. My husband replied, let God speak to me. ഞാൻ തന്നെ ഡിസംബർ 31 തീരുമാനമെടുത്തു. And December 31st, I took a decision. അന്ന് എന്റെ തലയിലെ വലിയൊരു ഭാരം മാറി. I felt like a big burden left my head. ഞാൻ ഹസ്ബൻഡ് ഒരു ദിവസം ബാത്റൂമിൽ കുളിക്കാൻ വേണ്ടി കയറുകയാണ് ഡ്യൂട്ടിക്ക് പോകുവാൻ. When my husband went to the bathroom to have a shower to go for ദൈവാത്മാവ് work, ഇടപെട്ടു. the Holy Spirit spoke 3 to him. ദിവസം ഉപവസിക്കാൻ ഇടപെട്ടു. I told him to fast for 3 days. ആദ്യത്തെ ദിവസം തന്നെ ദൈവം ഇടപെട്ടു. And the first day itself, God touched him. ഈ ഇന്ന മാസം ഇത്രാം തീയതി തന്നെ ഇവിടെ നിന്ന് പോകണം. And this day and this time, you
need to leave. ആദ്യം ഓഫീസിൽ ചെന്ന് പറഞ്ഞു. First, he went and told the office. അവര് പറഞ്ഞു ഹല്ലേലൂയ സാലറി കൂട്ടിത്തരാം. The office told him, we'll increase your salary. വേണ്ടാന്ന് പറഞ്ഞു. He said, no, thank അങ്ങനെ you. ചർച്ചിൽ എഴുന്നേറ്റ് സാക്ഷി പറഞ്ഞു. And he stood up in the church and gave testimony. വെളിയിലോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ And when he stepped അന്ന് outside, ഞങ്ങൾ ദുബൈ ഗർസിം ബാസിന്റെ ചർച്ചിലാണ് and we went IPC. Gersim Pastor Church in IPC, അവിടെയുള്ള സഹോദരന്മാർ ചുറ്റും കൂടിയിട്ട് പറഞ്ഞു, and all the brothers gathered, ബ്രദറെ കർത്താവിന്റെ വേലയ്ക്ക് പൊക്കൂ, you go for the ministry. ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം. We will pray. ഈ സഭയ്ക്ക് കൊടുക്കാനുള്ളത്, For this church, ഞങ്ങൾക്ക് give. തരാനുള്ളത്, Whatever you give, സഹോദരന്മാർക്ക് കൊടുക്കാനുള്ളത്, give this അത് others. ഓർത്ത് ബ്രദർ ഭാരപ്പെടണ്ട, Don't worry about it. ഞങ്ങൾ അത് ചെയ്തോളാം. We will take care of it. നിന്ന നിപ്പിൽ In that stand, 8 ലക്ഷം രൂപ 8 lakhs കർത്താവ് ഞങ്ങൾക്ക് അളച്ചു തന്നു. God gave us. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങാമെന്നുള്ള ഒരു തീരുമാനത്തിന്റെ മേലെ. As soon as we took the ഇത് decision, God, വെറുതെ പറയുന്നതല്ല, I'm not simply saying, ഇത് വെറുതെ പറയുന്നതല്ല. not simply saying, പ്രിയ ദൈവമക്കളെ, dear children of വെറും God, 25,000 രൂപ കൊണ്ട് with ബാംഗ്ലൂരിന്റെ 25,000, പ്രദേശത്തേക്ക് കടന്നു വരികയാ. we came to Bangalore. ഒരു വർഷം ബൈബിൾ കോളേജിൽ പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചു. We went to study in Bible college. ഒരു 2-വീലർ പോലും ഇല്ല. We don't even have a scooter. പോയി വരണമെന്ന് ആഗ്രഹമുണ്ട്. We have a desire to go and വണ്ടി come. ഇല്ലാത്തത് കാരണം അവിടെ നിന്ന് പഠിക്കാമെന്നും ആഗ്രഹിക്കുന്നു. And we desire to stay there and study. എന്നാൽ കർത്താവിന്റെ ദാസൻ എയർപോർട്ടിൽ വന്ന് ഇറങ്ങി But when the servant of God came to ഭവനത്തിൽ airport, വന്ന് when he came home, ഞങ്ങൾ സംസാരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ when we spoke a little ഞാൻ while, ഇപ്പോൾ താമസിക്കുന്ന വീട്ടിലെ that house where we're staying now, എന്റെ ചേച്ചിയുടെ മോളും കുടുംബവും നമ്മുടെ വീട്ടിൽ വന്നു. my sister's daughter and kid family അവരിന്ന് came. ബാംഗ്ലൂരില, And they're in Bangalore. സിംഗപ്പൂരിൽ വന്നിട്ടില്ല. They have not come to ഞാൻ Singapore. പറയുന്നത് 2001 കാര്യമാണ്. I'm talking about 2001 story. അവര് കുറെ നേരം പറഞ്ഞൊരു കീ എടുത്ത് ഞങ്ങളുടെ കയ്യിൽ തന്നു. After talking for a while, they took a key and gave us. ഇത് ഞങ്ങളുടെ ബൈക്കിന്റെ കീയാ. This is the key of our bike. ഞങ്ങൾക്ക് സുവിശേഷം അറിയിക്കാൻ കഴിയുന്നില്ല. ജോച്ചാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയതല്ലേ, ഇത് ഈ ബൈക്ക് എടുത്തു. And they gave us the key. They said, we can't do the ministry, but this bike is for you to ആ use for the ബൈക്ക് ministry. കൊണ്ട് ഞങ്ങൾ ആദ്യമായിട്ട് കർത്താവിന്റെ വേല തുടങ്ങിയത്. And we started the work with ഒരു that വർഷം bike. പഠിച്ചു. 1 year we studied. പുതിയ പ്രവർത്തനം തുടങ്ങാൻ ആഗ്രഹിച്ചു. We desired to start a new work. യലങ്ക എന്ന പ്രദേശത്തുകൂടി ഞങ്ങൾ കടന്നു പോകുകയാ. We went to Elanka, the new place. ഇവിടെ ഒരു പ്രവർത്തനം തുടങ്ങണമെന്ന് ആഗ്രഹിച്ചു. We desired to start a new work there. തിരിച്ചു വന്ന് ഞങ്ങളുടെ ദേവദാസനോട് പറഞ്ഞു. And we came back and told our ദേവദാസൻ pastor. പറഞ്ഞു, പലരും അവിടെ പോയി തുടങ്ങാൻ ആഗ്രഹിച്ചതാ, നടന്നിട്ടില്ല. And the pastor said, many people went there, but don't make. ഓടിച്ചിട്ടുണ്ട്. They only got beaten and sent back. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചെല്ല്. If you can do it, go. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടെ പോയി. And 4 of us, we ഒരു went. വീടെടുത്തു. We took a house. ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് ഒന്നും പറയുന്നില്ല, I'm ഞാൻ not- ഓടിച്ചു വിടുകയാ. I'm not talking too much details. I'm going fast. അതൊരു തെലുങ്കരുടെ ഫാമിലി, ഒരു തെലുങ്കരുടെ ഭവനമായിരുന്നു. And it was a Telugu house. അവര് പുറകോട്ട് മാറി. They moved back ഞങ്ങൾക്ക് ഫ്രണ്ടിൽ ഹാളും ഹല്ലേലൂയ 2 റൂമുമായിട്ട് തന്നു. and they gave us the front part of the house. തൊട്ടടുത്ത് പോലീസ് സ്റ്റേഷനാ. Next door is police station. ഞങ്ങൾ ചോദിച്ചു, പോലീസ് സ്റ്റേഷൻ ഉണ്ടല്ലോ. They said there's a police station there. അത് കുഴപ്പമില്ല. And the Telugu family said, no ഞങ്ങൾ പറഞ്ഞു, problem. ആരാധന നടത്താനാ. We want to run a worship here. കുഴപ്പമില്ല. And he said, no അങ്ങനെ problem. ഞങ്ങൾ 4 പേരും കൂടി 2002 തുടങ്ങിയതാണ്. And we started this ministry in എല്ലാ 2002. ദിവസവും രാവിലെ Every morning ബൈക്ക് എടുത്തുകൊണ്ട് with the bike ആ യലഹങ്ക around Elanka. അജക്കൂർ അട്ടൂർ ആ ഭാഗത്തൂടെ എല്ലാം കൈ ഉയർത്തി പോകും. And- ഹല്ലേലൂയ പ്രാർത്ഥിക്കും. And we used to drive around and keep our hands up and pray. അവിടെ നിന്നെല്ലാം അനേക ആത്മാക്കൾ കടന്നു വരാൻ തുടങ്ങി. A lot of souls started coming. മറ്റുള്ള സഭകളിൽ നിന്നല്ല, Not from other churches, ഹിന്ദുക്കളിൽ നിന്ന്, from Hindu families, മറ്റ് ഹല്ലേലൂയ സാമുദായികത്തിൽ നിന്ന് from other faiths. അനേക രക്ഷിക്കപ്പെട്ട് A lot of people സ്നാനപ്പെട്ട് accepted the Lord and ദൈവസഭയോട് baptized ചേരുവാനിടയായി. and joined the church. ആ ഹോള് നിറഞ്ഞു. And the hall filled. അവിടെ നിന്ന് ന്യൂ ടൗണിൽ തന്നെ ഒരു ബിൽഡിംഗ് പണിയുന്നു. And we built a അത് building in തമിഴ് Newtown. ഫാമിലിയാ. And it's from a new ഓരോ Tamil ഫ്ലോർ family. കഴിയുമ്പോൾ ഞങ്ങളെ വിളിക്കാൻ പ്രാർത്ഥിക്കാൻ. And every time when they finished the hall, they asked us to pray. ആ മേളില് ഒരു ഹോള് പണിത് കഴിഞ്ഞപ്പോ പറഞ്ഞു, ഇത് ആരാധനയ്ക്ക് വേണ്ടിയാ. And they said there's a level 1 and it's for the worship. നമുക്ക് തരാമോന്ന് ചോദിച്ചു. And we asked, can you give it to us? അവര് തരാമെന്ന് പറഞ്ഞു. And they said, yes, we can give it to you. 9 മാസക്കാലം 9 months റെന്റ് ഇല്ലാതെ, without rent, അഡ്വാൻസ് ഇല്ലാതെ without advance. അവിടെ ആരാധിക്കാനിടയായി. We started to pray. ആ ഹാളും നിറഞ്ഞു. And that hall also filled. IPCയില് And in IPC, ആദ്യമായിട്ടാണ് for the first time, 7 വർഷം കൊണ്ട് within 7 years, ഇത്രയും പെട്ടെന്ന് ആൾക്കാർ ഹല്ലേലൂയ കടന്നു വരുന്നത്. people filling up very fast. നമുക്ക് കന്നഡയൊന്നും അറിയത്തില്ല. We don't know Kannada. അറിയാവുന്ന ഭാഷയിലൊക്കെ സംസാരിച്ചു. And whatever language we knew, we spoke. പ്രിയ ദൈവമക്കളെ, Dear children of God, ഞാൻ എപ്പോഴും പറയും, I always say, ഒരു ദിവസമേ ചെയ്തുള്ളൂ, even if only one day you did, ഒരു മാസമേ ചെയ്തുള്ളൂ, even if you only worked for 1 month, കർത്താവിന് വേണ്ടി നിൽക്കാൻ ഒരു ദിവസമേ പറ്റിയുള്ളൂ. if you can stand for God only one day, ദൈവസന്നിധിയിൽ
വിശ്വസ്തരായി നിൽക്കുക. Be faithful in the presence of God. 7 വർഷക്കാലം കർത്താവിന്റെ വേല ചെയ്തു. God gave us 7 years faithfulness to do work. അനേകരെ കർത്താവിന്റെ സന്നിധിയിലേക്ക് We ആദായപ്പെടുത്തിയെടുത്തി. brought many to Christ. 2009 In 2009, ഏപ്രിൽ മാസം in April 19 തീയതി 19th, താൻ പ്രിയൻ വെച്ച ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെടുവാനിടയായി. and my husband was called home. സൺഡേ ഒരു ആരാധനയ്ക്ക് കടന്നുപോയി. He went for Sunday service അന്ന് സങ്കീർത്തനം വായിച്ചത് 90-ാം സങ്കീർത്തനമാണ്. and he's read from Psalm 90. സാധാരണ സങ്കീർത്തനം 90 അങ്ങനെ ചർച്ചിൽ വായിക്കാറില്ല. No, normally people don't read Psalm മരണത്തിനൊക്കെ 90. They വായിക്കുന്നതാണ്. only read it for funerals. അവിടെ നിന്ന് വീട്ടിൽ കടന്നു വന്നു. And he came home അവിടുന്ന് മത്തിക്കര ഒരു യൂത്തിന്റെ മീറ്റിംഗിന് വേണ്ടി കടന്നുപോയി. and he was going for a youth meeting. താൻ അതിന് മുമ്പ് ഒരാഴ്ച നാട്ടിലായിരുന്നു. And he went home for 1 week. അവിടുത്തെ കാര്യങ്ങളൊക്കെ കടന്നു വന്ന് പറഞ്ഞ് And he came and told all the story from ഈ Kerala. കഴിഞ്ഞ് സൺഡേ ആ ചർച്ചിൽ കടന്നുപോയി. And after the afternoon, he went for the youth service. യൂത്തിന്റെ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുൻപ് And before the youth meeting starts, ദൈവദാസനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ as he was talking to another believer, ആ ദൈവദാസന്റെ മടിയിലേക്ക് കൊഴിഞ്ഞു വീഴുവാനിടയായി. and he just collapsed into the lap of the other brother. മൂത്ത പൈതല് ഡിഗ്രിക്ക് പഠിക്കുന്നു. And the elder child is studying for degree. രണ്ടാമത്തെ പൈതല് 8-ാം ക്ലാസ് കഴിഞ്ഞു. And the second child is only just in standard 8. ഒറ്റയ്ക്ക് എങ്ങും പോകാൻ അറിയില്ല എനിക്ക്. I don't know where to go because I'm alone. ഭവനത്തിലെ ഒരു കാര്യവും ചെയ്യാൻ അറിയത്തില്ല. I don't know anything to do in the house. എന്ന് പറഞ്ഞ കിച്ചണിലെ കാര്യമല്ല, ബാക്കി ഒന്നും അറിയത്തില്ല. I'm not talking about the kitchen things, but other എല്ലാം things. ദൈവദാസനാണ് A to Z കാര്യം ചെയ്യുന്നത്. My husband used to take care A to Z. പ്രിയ ദൈവമക്കളെ, Dear children of God, കർത്താവ് ബലപ്പെടുത്തി. God strengthened me. അന്ന് എന്റെ ഹസ്ബൻഡ് ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടപ്പോൾ When my husband passed on, ഞാൻ പറഞ്ഞല്ലോ, എന്റെ കുടുംബത്തിൽ വിശ്വാസത്തിൽ ആരും വന്നിട്ടില്ല. I told you that nobody came to the എന്റെ faith from my ഹസ്ബൻഡിന്റെ family. വീട്ടിൽ ആരും വന്നിട്ടില്ല. From my husband family also nobody അവരൊരു came. പക്ഷേ ചിന്തിച്ചു കാണും, They must have thought ഇവരുടെ കാര്യം കഴിഞ്ഞു, their story is over. അവരുടെ പ്രതീക്ഷകൾ അസ്തമിച്ചു Their കാണുമായിരിക്കാം. expectations are over, പക്ഷേ വിളിച്ച ദൈവം വിശ്വസ്തനാ. but our God is faithful. അവൻ വഴിയിൽ ഇട്ടേച്ചു പോകുന്ന ദൈവമല്ല. He doesn't abandon you on the wayside. ഹസ്ബൻഡ് ഉണ്ടായിരുന്ന സമയം ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. When my husband was alive, there was no എന്റെ problem. സഹോദരങ്ങൾക്കൊക്കെ ഭയങ്കര സ്നേഹമാ. And my brothers were full of love. എന്നാൽ ഹാലലിയ പ്രിയ ദൈവമക്കളെ, ദൈവദാസൻ ചില ഹാലലിയ ഈ വചനത്തിന്റെ പ്രമാണത്തിൽ ഇച്ചിരി സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാ. My husband is somebody who stands strong on the word. കാരണം എല്ലാ കാര്യത്തിനും അങ്ങ് ഉൾക്കൊള്ളുന്ന ഒരാളല്ലായിരുന്നു. He won't accept everything as it is. പങ്കെടുക്കേണ്ടാത്ത കാര്യങ്ങൾക്ക് പങ്കെടുക്കത്തില്ല. And the things he should not participate, he wouldn't participate. മാറി നിൽക്കും. He used to stand aside. പക്ഷെ അന്നൊന്നും അവരതിന് ഹല്ലേലൂയ എന്തോ പറഞ്ഞേ, അന്നൊന്നും അവര് ഒന്നും പറഞ്ഞില്ല. And those time my family wouldn't say anything. താൻ പോയി കഴിഞ്ഞപ്പോൾ But after he passed on, എന്നെ പീഡിപ്പിക്കാൻ തുടങ്ങി. they started to torture me. ശാരീരികമായിട്ടല്ല, Not in body, മാനസികമായി mentally. ഒറ്റപ്പെടുത്തി, They kept me alone. മാറ്റി നിർത്തി. They put me aside. എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ ഉള്ള സമയത്ത് മാറ്റി നിർത്തിയ അനുഭവങ്ങള്. And even many times when there were function in the home, they would put me aside. പക്ഷേ പ്രിയ മക്കളെ, വളരെ സെൻസിറ്റീവാ, തിരിച്ചൊന്നും പറയാൻ അറിയത്തില്ല. I don't know how to respond to it. അറിയാൻ മാത്രം അറിയാം. I only know how to cry. ഓടിച്ചെന്ന് കർത്താവിന്റെ പാദപീഠത്തിൽ ഇരിക്കും. I would go at the feet of Jesus. ദൈവസന്നിധിയിൽ ഇരുന്ന് കരയും. I would cry in the presence of God. പ്രിയ ദൈവമക്കളെ, ദൈവം ഓരോ ദിവസവും ഞങ്ങളെ ഹല്ലേലൂയ സഹായിക്കാൻ തുടങ്ങി. And then God started to help us. കർത്താവിന്റെ കരം കാണാൻ തുടങ്ങി. We started to see the hand of God. മൂത്ത പൈതലി ഹല്ലേലൂയ ഡിഗ്രി കഴിഞ്ഞ സമയത്ത് അവിടെ ഒരു കോൾ സെന്ററിൽ കയറി. And as soon as my elder son finished the degree, he went to call അവന് center. ദുബൈയിൽ ഒരു ജോലി കിട്ടി. And he got a job in Dubai. ചെറിയ സാലറി. In small salary. അവിടെ ആ മണലാരുണ്യത്തില് In that desert. അവനെ ഇറക്കി വിടും ഹല്ലേലൂയ വർക്ക് പിടിച്ചോണ്ട് വരാൻ. He needs to go out and get work. ഹല്ലേലൂയ ഒരു മലയാളി കമ്പനിയാ. It's a Malayali company. കമ്പനിയിൽ ഒരു പക്ഷേ AC പോലും പലപ്പോഴും ഇടത്തില്ല. Sometimes that company, they wouldn't even put aircon. അവിടുത്തെ ബുദ്ധിമുട്ട് എന്നോട് പറയുമ്പോൾ And when he tells me his difficulties, ഞാൻ തിരിച്ച് ഹല്ലേലൂയ വളരെ വിഷമമൊന്നും കാണിക്കാറില്ല. I will not show my sadness. ഞാൻ പറയും സാരമില്ല, I'll tell him, never mind. ഇതൊക്കെ മാറിക്കോളും. It'll all go. ദൈവസന്നിധിയിൽ എന്നിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങും. And I'll start praying in the presence of God. ഹസ്ബൻഡ് ഉള്ള സമയം, When my husband was അവർ ഉറങ്ങുന്ന സമയം, when he was sleeping, അവരുടെ തലയിൽ കൈവച്ചു we used പ്രാർത്ഥിക്കുമായിരുന്നു. to put our hand and pray for them. എല്ലാ സാറ്റർഡേയും കുഞ്ഞുങ്ങളെ ഹല്ലേലൂയ വിളിച്ച് അവർക്ക് ഹല്ലേലൂയ ബൈബിൾ ക്ലാസ് എടുക്കുമായിരുന്നു. Every Saturday he would call the children and give Bible class. കഴിഞ്ഞ ദിവസം ഞാൻ പോലും അത് ഓർത്തില്ല. കഴിഞ്ഞ ദിവസം എന്റെ മൂത്ത മോന് അല്ലെങ്കിൽ കഴിഞ്ഞ ഏപ്രിൽ മാസം 19-ാം തീയതി ആയപ്പോ 15 വർഷമായപ്പോൾ അവൻ ഫോട്ടോ ഇട്ടിട്ട് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇതും കൂടെ ഒരു എന്താ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റും കൂടി ഇട്ടു. And
My son, he put a photo on social media and he also added this statement. അതിനകത്ത് എഴുതിയേക്കുന്നു, And there he wrote, അന്ന് ആ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചത് at that time when my dad put ആ his hand and സാറ്റർഡേ prayed, ഉള്ള ബൈബിൾ സ്റ്റഡി, and that Saturday Bible studies, എന്തെങ്കിലും വഴക്കുകൾ ഉണ്ടാക്കിയാൽ അവരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ റൂമിനകത്തോട്ട് കയറ്റും, and if they made any problems, he would take them into the room ബെൽറ്റ് എടുക്കും, and he'll take the belt, ചൂരവടി എടുക്കും. he'll take the stick, നമ്മൾ വിചാരിക്കും തീർത്തെന്ന്, and we'll think, oh, it's ഞാൻ over. വെളിയിൽ നിൽക്കുക, I'm standing outside, പക്ഷെ ഒന്നുമില്ല, ചിരിച്ചോണ്ടാ ഇറങ്ങി വരുന്നത്. but both will be smiling and laughing and അതിനകത്ത് coming out. കൗൺസിലിംഗ്, And it's counseling inside. അതിനകത്ത് കൗൺസിലിംഗ്. There's counseling inside. പ്രിയ ദൈവമക്കളെ, Dear child, ഞാനിത് പറയുന്നത് you എന്തിനാണെന്നറിയാമോ? know why I'm telling you? കുഞ്ഞു മക്കളൊക്കെ നമുക്കുണ്ടല്ലോ, We also have children. ഒരു വല്ലാത്ത ലോകത്ത് നമ്മുടെ തലമുറകളായിരിക്കുന്നത്. They're in a very perilous world. അന്നത്തെ ഹല്ലേലൂയ പ്രാർത്ഥന, The prayers of ആഴ്ചയിൽ ഒരു ദിവസം തലമുറകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. we used to pray for the children at least once a week. ദൈവത്തിന്റെ കൃപയാൽ By grace of God. മൂത്ത പൈതലിന്റെ ഹല്ലേലൂയ, ഞാൻ പറഞ്ഞല്ലോ, വളരെ പ്രതിസന്ധിയുടെ നടുവിൽ എന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ And when in difficulty he would call and tell ഞാൻ me, ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു. I prayed for him in the കർത്താവ് presence എന്ത് of God. ചെയ്യണമെന്ന് അറിയത്തില്ല. Lord, I don't know what to do. അന്ന് ഞാൻ കരഞ്ഞ കരച്ചില് That cry, ഹന്ന കരഞ്ഞതുപോലെ, almost like Hannah cried. ശബ്ദം പുറത്തോട്ട് വരുന്നില്ല, The sound is not coming out. ഹൃദയം കൊണ്ട് സംസാരിക്കുക. I was speaking with my heart. ഹല്ലേലൂയ. പ്രിയ മക്കളെ, പെട്ടെന്ന് ഓർത്തു ആ മാനേജറുടെ മോൻ ബാംഗ്ലൂരിലുണ്ട്. And then I remembered the manager's son is in Bangalore. ഞാൻ വിളിച്ചു, I called him. എന്നോട് പറഞ്ഞു, ആന്റി വിഷമിക്കണ്ട, He said, Auntie, don't worry. പാസ്പോർട്ട് കൊടുക്കാം, I'll give you the passport. ടിക്കറ്റ് എടുത്തു കൊടുക്കാം, I'll give the ticket. ജൂനോ മടങ്ങി ബാംഗ്ലൂർ വരട്ടെ. Let him come back. അങ്ങനെ അവൻ മടങ്ങി ബാംഗ്ലൂരിൽ വന്നു. And my son came back. തിരിച്ചു റാസൽ ഗെയിമിൽ പോയി. And then he went to Russell Khema, പോയി. then Dubai. 2019 വിവാഹം നടന്നു. And in 2010, he got married. ഹല്ലേലൂയ. Hallelujah. എന്റെ കുടുംബത്തില്, In my family, എന്റെ ഹസ്ബൻഡിന്റെ കുടുംബത്തില് my husband's family, ആദ്യമായിട്ടാണ് ഒരു പെന്തക്കോസ് വിവാഹം നടക്കുന്നത്. first time a Pentecost wedding took place. എല്ലാവരും ചിന്തിച്ചു, ആരുമില്ല, ഒറ്റയ്ക്കായി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. And they thought she's alone and nobody's there for her. ഓരോ കാര്യങ്ങൾ പ്രാർത്ഥിച്ച് ആരാ മെസ്സേജ്, ഹല്ലേലൂയ, അതുപോലെ വർഷിപ്പ്, ഫുഡ്, ഹല്ലേലൂയ, ഹോള്, ഇതെല്ലാം പ്രാർത്ഥിച്ചു ദൈവം തന്നതാ. And every aspect of the wedding ceremony, we prayed and received it. പ്രിയ ദൈവമക്കളെ, ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവിന്റെ ഡയറിയിൽ ഇതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. And, dear child of God, God has put it all in his diary. നല്ലൊരു റിസോർട്ടില് In a nice resort 700 പേര് ചേർന്ന് with almost 700 ആ people. വിവാഹം നടന്നു. We conducted the marriage. അന്ന് എന്റെ ചേട്ടത്തിമാരുടെ ഭർത്താക്കന്മാര് And my elder ഈ sisters' വിവാഹം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ husbands, after the wedding, മാറി അവിടെ ഒരു ചെറിയൊരു ടെന്റ് മാതിരി ഉണ്ട്, അതിനകത്ത് കേറി. they got inside a small tent. എന്തിനാണെന്നറിയാമോ? You know for what? അതിനകത്തിരുന്ന് മദ്യപിച്ചിട്ട് വെളിയിലിറങ്ങി പ്രശ്നമുണ്ടാക്കാൻ. And they had alcohol and they wanted to come out and disturb the function. പക്ഷേ വെളിയിലിറങ്ങാൻ തുടങ്ങിയപ്പോൾ ഒരു ചേട്ടന്റെ നെറ്റി അവിടെ ഇടിച്ചു പൊട്ടി, ബ്ലഡ് വരാൻ തുടങ്ങി. But as they got up to disturb, one of the brothers fell down and his forehead got open. ഇവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. And the blood came and they ഒരു had to ദൈവ take care of it. പൈതലിനെതിരായി ഒന്നും ചെയ്യാൻ ആർക്കും കഴിയത്തില്ല. Nobody can do against the child of God. ഒരു ദൈവ മക്കൾക്കെതിരായിട്ട് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. പ്രിയ For a മക്കളെ, child of God, nobody can do anything against you. ആ വിവാഹം അനുഗ്രഹമായ രീതിയിൽ നടന്നു. And the wedding was a blessing. ആ മകള് ദുബൈയിൽ തന്നെ, ഹല്ലേലൂയ, അജ്മാൻ എന്ന സ്ഥലത്ത് ജനിച്ചു വളർന്നതാണ്. And my daughter-in-law was born in Ajman. രണ്ടാമത്തെ പൈതല് Second child, BCA കഴിഞ്ഞ് after finishing അവൻ BC, പുറത്തു പോകുമെന്നുള്ള ദൈവിക ആലോചനയുണ്ടായിരുന്നു. there was a prophecy that he will go എന്നാൽ overseas. വിടാൻ യാതൊരു ചാൻസും ഇല്ല. But there is no chance for him to go. പല ദൈവിക ആലോചനയായപ്പോൾ പ്രാർത്ഥിച്ചു. But since there was so much prophecy, I started praying. ബാങ്കിൽ നിന്ന് കുറച്ച് പൈസ കിട്ടി. I got a little money from the bank. പക്ഷെ അവര് മുഴുവനും തരത്തില്ല. They won't give you everything. 1,70,000 രൂപ ബാലൻസ്. They 1,70,000 they gave ബാലൻസ്. ഞാൻ balance. ദൈവസന്നിധിയില് ദേവദാസൻ മരിച്ചപ്പോൾ എടുത്തൊരു തീരുമാനമുണ്ടായിരുന്നു. There was when my husband passed away, I took a decision. ഞാൻ ആരുടെയും മുന്നിൽ കൈ നീട്ടത്തില്ല. I will never stretch a hand in front of anybody. ആരോടും എന്റെ വിഷയം പറയത്തില്ല. I will not say my issue to anybody. ഞങ്ങൾ ഒരു മാസം ഈ പൈസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. And we waited 1 month for this money. ഏജന്റുകാർ വിളിച്ചോണ്ടിരിക്കുക. Agents called me ഞങ്ങൾ ചർച്ചിലെ 3 ദിവസത്തെ ഉപവാസത്തിൽ പോയപ്പോൾ and we went to the church for 3 days fasting. ആദ്യത്തെ ദിവസം കഴിഞ്ഞു. When the first day finished, ദൈവദാസൻ എന്നോട് ചോദിച്ചു, സിസ്റ്റർ എന്തായി? the servant of God asked me, sister, what happened? ഞാൻ പറഞ്ഞു, കർത്താവ് ഏലിയാവിനെ അയച്ചിട്ടുണ്ട്, And I said, God has sent കാറ്റിനെ Elijah. അയച്ചിട്ടുണ്ട്. He sent the crow. രണ്ടാമത്തെ ദിവസം ഞങ്ങൾ ബൈക്കിൽ പോയപ്പോൾ The second day when we were on the bike, ഒരു സിസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, one sister called me. സിസ്റ്റർ എന്തെങ്കിലും ആയോ? He asked me if anything has ഞാൻ happened. പറഞ്ഞു, ഇല്ല ആന്റി, Nothing happened, I said. നാളെ വീട്ടിലോട്ട് വാ, 1,00,000 ചെക്ക് എഴുതി വെച്ചിട്ടുണ്ട്. Then the auntie said, come to my house, I'll give you 100,000. തിങ്കളാഴ്ച മൂത്ത പൈതൽ വിളിച്ചിട്ട് പറഞ്ഞു, And on Monday, the child, my son called. ദുബൈയിലുള്ള ഒരു ബ്രദർ പറഞ്ഞു 70,000 ഹല്ലേലൂയ ആങ്കിൾ തരാമെന്ന്. And an uncle
uncle in Dubai, he said he'll pay 70,000. അന്ന് അവന്റെ യാത്രയുടെ തടസ്സം മാറിയതാണ്. And that day, the obstacle to his travel ഞാൻ got moved. എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, I always say, വിവാഹം ഹല്ലേലൂയ നടക്കുന്നതിന് മുൻപ്, before your wedding happens, ഒരു ഭവനം വെക്കുന്നതിന് മുൻപ്, before you make a house, തലമുറകളുടെ ഭാവിയുടെ മുന്നില് before the future of your children, എല്ലാം പെട്ടെന്ന് സ്മൂത്ത് ആയിട്ട് പോത്തില്ല. not everything will go ചില smoothly. തടസ്സങ്ങൾ കടന്നു വരാം. There will always be obstacles. പക്ഷെ ഈ തടസ്സങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ സ്വയമായി തീരുമാനമെടുക്കണ്ട. When you have these obstacles, do not decide by yourself. ദൈവമാണോ പറഞ്ഞത്, If God told you, ദൈവം തക്ക സമയത്ത് വഴികളെ ഒരുക്കി തരും. God will deliver you at the right time. അന്നത്തെ ആ ബുദ്ധിമുട്ട് പോയതോടുകൂടി After that difficulty left, അവന് ഹല്ലേലൂയ ടിക്കറ്റ് എടുക്കാൻ ആള് there was people to give him വീട്ടിൽ ticket, കൊണ്ട് 50,000 രൂപ തരുന്നു. and somebody came home and gave 10,000 50,000. തരുന്നു. They gave 10,000. യാതൊരു വിധത്തിലും ഞങ്ങളുടെ ചർച്ചിലുള്ള ഒരു ബ്രദർ ATM കാർഡ് പൈതലിന്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, നിനക്ക് ഇഷ്ടമുള്ളത് പോയി വാങ്ങിച്ചോ. And one church believer came and gave an ATM card and said, take out whatever money you want. പ്രിയ ദൈവമക്കളെ, Dear child of God, പോകുന്നതിന് യാതൊരു തടസ്സവും കൂടാതെ അവൻ he പോകുവാനിടയായി. was able to go without any problems. 2 വർഷക്കാലം അവിടെ പഠിച്ചു. He studied there for 2 years. ചെറിയ ജോലിക്ക് കയറി. He got into a small job. PR കിട്ടി കഴിഞ്ഞപ്പോൾ When he got PR, 26 വയസ്സേ ആയുള്ളൂ. he's only 26. എല്ലാവരും ചോദിച്ചു, വിവാഹം നോക്കണ്ടേ? Everybody asked, ഞാൻ should he പറഞ്ഞു, get ഇല്ല, married? 2 വർഷം കൂടി കഴിയട്ടെ. I said, no, hold for 2 more years. എന്നാൽ പലരും പറയാൻ തുടങ്ങിയപ്പോൾ പായിട്ടു. When a lot of people started saying, I ദൈവസന്നിധിയിൽ opened the ഇരിക്കാൻ prayer mat, തുടങ്ങി. I started to say in the presence of God. കർത്താവേ, എനിക്ക് വയ്യ മാട്രിമോണി കൊടുക്കാൻ. I said, God, I can't give it to matrimonial. ബ്രോക്കർമാരോടൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കാൻ എനിക്ക് വയ്യ. I can't give it to the broker. വിവാഹപ്രായമുള്ള കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ, പ്രാർത്ഥിച്ചാ മതി കേട്ടോ. Those of you who are waiting to get married, keep praying. ആഴ്ചയെ പ്രാർത്ഥിച്ചുള്ളൂ. I only prayed for 1 week. ഒരു ദിവസം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ After I prayed one day, ഒരു ഫോൺ കോൾ one phone call. എടുത്തപ്പോൾ നിങ്ങൾക്കൊക്കെ സുപരിചിതമായ ദേവദാസൻ അറിയാവുന്ന ആളാണ് പാസ്റ്റർ വർഗീസ് ബേബി. One Pastor Varghese baby called. ഈ ചർച്ചിൽ കടന്നു വന്നിട്ടുള്ളതാണ്. He has come to this church. ദേവദാസൻ എന്നോട് പറഞ്ഞു, ഞാൻ വർഗീസ് ബേബിയാണ്, കായംകുളത്തു നിന്നാണ്. He said, I'm Varghese baby from Kayangulam. മോന് പിന്നെ കാനഡയിലാണല്ലോ. Your son is in Canada. എന്റെ മോളും കാനഡയിലുണ്ട്. My daughter is also in Canada. ആലോചിക്കുന്നു. Would we like to consider? ഞാൻ പറഞ്ഞു, പാസ്റ്റർ 2 വർഷം കൂടെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. I said, Pastor, only 2 years have passed. എന്നിട്ട് ഞാൻ പറഞ്ഞു, പിന്നെ ഫോട്ടോ അയച്ചു തരാമോ? Can you send me a photo? I ഫോട്ടോ said. അയച്ചു തന്നു. He sent me a photo. ഞാൻ നമ്പർ കൊടുത്തു. I gave my number. മോനെ വിളിച്ചു. He called my son. ഇവർ രണ്ടുപേരും കൂടെ സംസാരിച്ചു. They both spoke. പെട്ടെന്ന് തന്നെ 2 വർഷത്തിന് മുൻപേ അവരുടെ വിവാഹവും നടന്നു. And before 2 years could complete, their wedding took place. ഇന്ന് ദൈവത്തിന്റെ കൃപയാൽ അവർ രണ്ടുപേരും ഹല്ലേലൂയ കാനഡയുടെ By പ്രദേശത്തായിരിക്കുന്നു. grace of God, they are in Canada. മൂത്ത പൈതൽ ദുബൈയിലായിരുന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ. I told my eldest was in അവനോട് Dubai. ദൈവിക ആലോചന ഉണ്ടായിരുന്നു കാനഡയിൽ വരുമെന്ന്. And even though Spirit അതും said he ദൈവസന്നിധിയിൽ will go ഇരുന്ന് to Canada, പ്രാർത്ഥിച്ചു. I kept on prayed in the കഴിഞ്ഞ presence of മാർച്ചിൽ God. ഞാൻ ദുബൈ ചെന്നപ്പോൾ In last March when I went to Dubai, ഒന്നും സ്റ്റെപ്പ് എടുത്തിട്ടില്ല, വിസ ആയിട്ടില്ല, ടിക്കറ്റ് എടുത്തിട്ടില്ല, ഒന്നുമായില്ല. സ്റ്റെപ്പ് അങ്ങോട്ട് എടുത്തതേ ഉള്ളൂ. and we didn't do any arrangements. He just took one step. വിശ്വാസത്തോടെ അവൻ എന്നോട് പറഞ്ഞു, ഓഗസ്റ്റ് മാസം ഞങ്ങൾ ഹല്ലേലൂയ കാനഡയിൽ കാണും. And he said, in faith, in August we'll ഞാൻ see you in ദുബൈയിൽ നിന്ന് Canada. നേരിട്ട് ഞാൻ പോകുന്നത് കാനഡയിലോട്ടാ. And I was going to Canada after Dubai. ഓഗസ്റ്റ് മാസം 10-ാം തീയതി ഞങ്ങൾ ഹല്ലേലൂയ കാനഡയിൽ വരും. And he said, in faith, August 10th, we'll be in Canada. വിശ്വാസത്തോടെ പറഞ്ഞതാ. And he said it in faith. ഞങ്ങൾ അവിടെ ചെന്നു. And we went there. വീടുകൾ നോക്കാൻ തുടങ്ങി. We started to look for house. കറക്റ്റ് ഓഗസ്റ്റ് മാസം 10-ാം തീയതി തന്നെ മൂത്ത മകനും മകളും കാനഡയിൽ വന്നു. And on August 10th, as promised, my son and the wife came there. യെസ്, ഞങ്ങൾ അവിടെ വീടെടുത്ത് അവിടെ താമസിപ്പിച്ചിട്ടാണ് ഞാൻ തിരിച്ചു പോന്നത്. We arranged the house and helped them to stay on, and then we came back. മോൾ അവിടെ ഹല്ലേലൂയ പഠിക്കുന്നു. My daughter-in-law studies there, മോൻ അവിടെ ഒരു ജോലിക്ക് കയറി. and my son got to work. ദുബൈയിലായിരിക്കുന്ന സമയം, കൊറോണ സമയം, 8 മാസം ജോലിയില്ലാതിരുന്നു. And even during the COVID, he had for 8 months no job. എന്നെ വിളിച്ചപ്പോൾ അയ്യോ പോയോ ജോലി, അങ്ങനൊന്നും ഞാൻ പറഞ്ഞില്ല. And when he called me, I didn't say, "Oh my God, you lost your job." ഞാൻ ഒരു പാട്ട് പാടി. I just sang a song. എല്ലാം നന്മയ്ക്കായി Everything happens for good. സ്വർഗനാഥൻ ചെയ്തിടുന്നു. God does for good. 8 മാസം ജോലി ഇല്ലാതിരുന്നേച്ച് കയറിയത് ഒരു ക്ലിനിക്കിലാ അക്കൗണ്ടന്റ് ആയിട്ട്. And after 8 months of no job, he got into a clinic as an accountant. അവിടെ 2 വർഷം ചെയ്തതുകൊണ്ട് അതിന്റേതായ ജോലി കാനഡയിൽ കിട്ടി. And because of that, he was able to get the same job into Canada. അപ്പം 8 മാസം ജോലി ഇല്ലാതിരിക്കുന്നതും ദൈവത്തിന്റെ ഒരു പദ്ധതിയായിരുന്നു. So I believe that the 8 months of unemployment was God's purpose. ഇപ്പൊ ഇളയ മകന്റെ വൈഫിന് ജോലിയില്ല, 1 മാസം കഴിഞ്ഞു. And now my younger
son's wife doesn't have a job. ഞാൻ പറഞ്ഞു ചിലത് പഠിപ്പിക്കാനാ. This to teach you something, I told ഭവനത്തിൽ her. ഇരുന്ന് ഉപവസിച്ചു, I told her to fast and pray in ഭവനത്തിൽ the ഇരുന്ന് house. പ്രാർത്ഥിച്ചു. Sit in the house and pray. ചില സമയങ്ങളിൽ ചിലത് വരുന്നത് എന്തിനാണെന്ന് അറിയാമോ? Do you know what? നമ്മളെ കുറച്ചുകൂടി ഒന്ന് പഠിപ്പിക്കാനാ. Do you know why some things come? To teach us something. ഒരു വൃക്ഷമായാല് ഹല്ലേലൂയ അതിനെ വെട്ടുന്നത് എന്തിനാണെന്നറിയാമോ? നല്ല ഫലം കഴിക്കാനാ. You know why we cut a tree or trim a tree is പ്രിയ for മക്കളെ, better fruit to happen. യെസ്, ഞാൻ എപ്പോഴും പറയും, ഒരു വിഡോ എന്റെ അടുത്ത് വന്നാൽ എനിക്കറിയാം അവരുടെ അവസ്ഥ. When a widow comes to me, I know their situation. തലമുറകളെ കുറിച്ച് എന്റെ അടുത്ത് കടന്നു വന്നാൽ എനിക്കറിയാം. 2 ആൺകുഞ്ഞുങ്ങളെ ബാംഗ്ലൂരിൽ വളർത്തിക്കൊണ്ട് വന്നതുകൊണ്ട് എനിക്കറിയാം. And if somebody comes with a children's problem, I know how to deal with it. സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ എന്റെ അടുത്ത് വന്നാൽ എനിക്കറിയാം, ഞാൻ അതിൽ കൂടി കടന്നു If പോയതാ. somebody comes with financial difficulties, I know how to explain because I went through it. കഴിഞ്ഞ ഡിസംബർ മാസം ഞാൻ ഒരു ഓപ്പറേഷനിൽ, കഴിഞ്ഞ ഡിസംബർ അല്ല, അതിന്റെ മുമ്പലത്തെ ഡിസംബറിൽ ഞാൻ ഒരു ഓപ്പറേഷനിൽ കൂടി കടന്നുപോയി. And last December, I went through an operation. എന്റെ യൂട്രസും ഓവറിയും റിമൂവ് ചെയ്തു. They removed my uterus and അത് ovaries. കാനഡയിലായിരുന്നപ്പോഴാണ് ചെറിയൊരു ബ്ലീഡിങ് വന്നതാ. And in Canada, that's when the small ഞാൻ bleeding എന്റെ happened. കൊച്ചുമോനോട് പറഞ്ഞു, ഇത്രയും 22-23 മണിക്കൂർ യാത്ര ചെയ്ത് നാട്ടിൽ കടന്നു പോകണം, ഇങ്ങനെ ബ്ലീഡിംഗ് ആയാൽ ബുദ്ധിമുട്ടാ, നീ ഒന്ന് പ്രാർത്ഥിര്. And I told my son, I have to return back and it's 22-23 hours. Can you please pray? അവൻ എന്റെ വയറിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. And he put his hand and prayed on my stomach. ആ ബ്ലീഡിംഗ് അങ്ങ് നിന്നു. That bleeding stopped. നാട്ടിൽ ചെന്നു, I went back India. കാരിത്താസ് ഹോസ്പിറ്റൽ കാണിച്ചു. I showed it at Caritas ഓപ്പറേഷൻ Hospital. ചെയ്യണമെന്ന് പറഞ്ഞു. And they said you have to operate. ഒരു നിമിഷം പകച്ചു നിന്നു. I just stopped for a moment. ബാംഗ്ലൂരിൽ ഞാൻ മാത്രമേ ഉള്ളൂ. In Bangalore, only me. എന്റെ സഹോദരങ്ങൾ ആരും ഈ വിഷയത്തിൽ കടന്നു വന്ന് സഹായിക്കുന്നവരല്ല. And my siblings do not come and support. ഹസ്ബൻഡിന്റെ വീട്ടിൽ ആരുമില്ല സഹായിക്കാൻ. And my husband's family will not help. അപ്പൊ എന്റെ കുഞ്ഞുങ്ങളോട് ഞാൻ ചോദിച്ചു, And I asked my children, ഇത് ഓപ്പറേഷൻ കഴിഞ്ഞ് 3 മാസം കിടക്കണം, ഞാൻ എവിടെ താമസിക്കും, അല്ലെങ്കിൽ ആര് ഹെൽപ്പ് ചെയ്യും? and I told my children, after the operation for 3 months, I'm bedridden. Who will look after me? മാനുഷികമായിട്ട് നമ്മൾ അങ്ങനെ തീരുമാനിക്കുന്നതാ അല്ലേ? We will decide like this humanly. എന്റെ ഇളയ പൈതല് ഉടൻ തന്നെ, ഞാൻ ആ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോ തന്നെ എന്റെ കൂടെ ബാംഗ്ലൂരിലുള്ള ഒരു മാതാവ് എന്റെ കൂടെ ഉണ്ട്. And I was at the railway station and there was a mother from Bangalore. ആത്മീയ മാതാവാ. Is my spiritual mother. എന്റെ മോൻ ഇങ്ങനെ ഫോണിൽ കൂടെ എനിക്ക് ഇങ്ങനെ ആശ്വാസ വാക്കുകൾ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുക. And my son is consoling me through the phone. വർഗീസ് ബേബി പാസ്റ്ററും റെനിയും എന്നെ വിളിച്ചു. And Varghese baby pastor and wife called me. മമ്മി എന്തിനാ ഭാരപ്പെടുന്നേ? Why are you worried, mommy? ഞങ്ങളില്ലേ, Aren't we there? ഞങ്ങൾ നോക്കിക്കോളാം. We will look after you. 2 മാസക്കാലം 2 months, എന്നെ ഒരു കൊച്ചുകുട്ടിയെ പോലെ like a small child. അവരെന്നെ നോക്കി. They looked after me. പലപ്പോഴും നമ്മൾ ചിന്തിക്കത്തില്ലേ, ആരും എനിക്കില്ല, Many times we think എന്നെ nobody's there for us. സഹായിക്കാൻ ആരുമില്ല. We think nobody will help you. പ്രിയ മക്കളെ, ഒറ്റയ്ക്ക് കേരളത്തിൽ പോലും പോകാൻ അറിയാൻ വയ്യാത്ത ഞാന്, Child of God, I couldn't even go to Kerala on my own. ദുബൈയുടെ പ്രദേശത്ത് പല സന്ദർഭങ്ങളിൽ കടന്നുപോയി. I have gone to Dubai on my own. കാനഡയിൽ 2-3 തവണ കടന്നുപോയി. And Canada, I've gone 2-3 times. പ്രിയ മക്കളെ, കർത്താവ് ബലപ്പെടുത്തിയതാ. God has ഭാഷയൊന്നും strengthened me. അറിയത്തില്ലെന്നേ, മലയാളം മാത്രമേ അറിയത്തുള്ളൂ. I only know Malayalam. I don't know any other language. എയർപോർട്ടിലൊക്കെ ചെന്ന് നിൽക്കുമ്പോൾ When ചിലപ്പോ ചിന്തിക്കും വലത്തോട്ട് പോണോ ഇടത്തോട്ട് പോണോ. sometimes when I go to the airport, I can't decide left or right. ദൈവം ഗൈഡ് ചെയ്തു തരും. But God guided me. ദൈവം ഗൈഡ് ചെയ്യും. God guided me. നമ്മുടെ കർത്താവ് ആർക്കും He is കടക്കാരനല്ല. not a debtor for us. Praise the Lord. Amen. ഞാനിത് പറഞ്ഞു വന്നത്, The reason I say, ഈ 15 വർഷത്തിന് മുൻപ് നിങ്ങളൊന്ന് പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കിക്കേ. you look back at my 15 years, എല്ലാവരും മാറ്റി നിർത്തിയ സന്ദർഭങ്ങള്, circumstances where everybody pushed me aside. കുഞ്ഞുങ്ങളുടെ ഭാവി എന്ന് ചിന്തിച്ച And I സമയത്ത് was thinking what will happen to my children. തക്ക സമയത്ത് അവർക്ക് ജോലി കൊടുത്തില്ലേ? But didn't God give them a തക്ക job? സമയത്ത് അവരുടെ വിവാഹം നടന്നില്ലേ? Then they get married at the right ഇന്ന് എന്റെ time. സഹോദരിമാർ എന്നോട് പറയുന്നൊരു വിഷയമുണ്ട്. There's now my sisters say one thing. നീ ബാംഗ്ലൂരിൽ നിന്ന് എങ്ങും പോകണ്ട. Don't go anywhere from Bangalore. കാരണം അവർക്കൊരു വിഷയം വന്നാൽ പ്രാർത്ഥിക്കാൻ ഞാനേ ഉള്ളൂ. If anything happens to my sisters, I'm the one who prays. അന്ന് ആർക്കും വേണ്ട, അത് മാറ്റി നിർത്തിയവര്. Those who push me aside once, ഇന്ന് ഞാൻ അലലിയ എന്റെ ചേച്ചിയുടെ മോളി സിംഗപ്പൂരിൽ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ, when my elder sister's daughter who lived in Singapore went back, മോളുടെ ഹസ്ബൻഡ് ജോർജ് ചോദിച്ചു, സുല്ലാമ വെളിയിലോട്ട് ഇറങ്ങാൻ അറിയാമോ, പുറത്തോട്ട് പോകാൻ അറിയാമോ? and the husband of the daughter asked, do you know how to go out? അപ്പൊ മോള് പറഞ്ഞു, സുല്ലാമയ്ക്ക് അറിയാമോന്നോ, ഈ സിംഗപ്പൂരിൽ എവിടെ വിട്ടാലും ഇനി പൊക്കോളും. And the daughter said, no, she will go anywhere. എന്റെ കഴിവാണോ? Is it my ability? എന്റെ മിടുക്കാണോ? Is my capability? ഒന്നും
മാത്രമല്ല, Not at all. ദൈവത്തിന്റെ കൃപ. It's the grace of God. പ്രിയ മക്കളെ, പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കിക്കേ. Let's look back in our own lives. ഇന്ന് നമ്മൾ ആയിരിക്കുന്നത് The situation we are in today ദൈവത്തിന്റെ കൃപയല്ലേ? isn't the grace of God. ദൈവത്തിന്റെ കൃപയല്ലേ? Isn't the grace of God? എന്റെ മുന്നിൽ ഇനിയും അല്പസമയം കൂടി മാത്രമേ ഉള്ളൂ. There's only a little more time. നമുക്കറിയാം. We know. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷം. Mark. ഒരു നിമിഷം. Just a moment. മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 43-ാം വാക്യം ഞാൻ ഓടിച്ചങ്ങ് പറയുകയാണ്. 14. മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 43-ാം വാക്യം ഞാൻ ഓടിച്ചു പറയാം. 43. Thank you. മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരും ഇവരൊക്കെയും ചിന്തിച്ചത് എന്താണ്? What did the chief priests and the scribes and the elders think? ഹല്ലേലൂയ. കർത്താവായ യേശുവിനെ ഹല്ലേലൂയ ക്രൂശിച്ചു. ഇതോടുകൂടി ഇവന്റെ വചന ശുശ്രൂഷ കഴിഞ്ഞു. ഇവന്റെ ഹല്ലേലൂയ ശുശ്രൂഷകളെല്ലാം കഴിഞ്ഞു. ഹല്ലേലൂയ ഇവനെ ഇവിടെ വെച്ച് അവസാനിപ്പിച്ചു എന്നാണ് മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും പുരോഹിതന്മാരും ചിന്തിച്ചത്. And the chief priests, the scribes, and the elders said, okay, after crucifying Jesus, the story is over and everything is over. പക്ഷേ അവരുടെ എല്ലാം പ്രതീക്ഷകളെ അസ്തമിപ്പിച്ചുകൊണ്ട് But all their desires got trashed. ഹല്ലേലൂയ മരിച്ചു, അടക്കി. He died and he was buried. റോമ ഗവൺമെന്റിന്റെ ഇമ്പീരിയൽ മുദ്രയും പതിപ്പിച്ചു. And there was a seal of the Roman Empire. കാവൽക്കാരെ നിർത്തി. And even the guards were there. 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. But on the 3rd day he rose. എത്ര വലിയ കാവൽ കൂട്ടത്തെ നിർത്തിയാലും, How much big guards are there? എത്ര വലിയ പടക്കൂട്ടത്തെ നിർത്തിയാലും, Whatever big army is there. ആ പുനരുത്ഥാനത്തിന്റെ ശക്തി ഇറങ്ങിക്കഴിഞ്ഞാൽ, But once the resurrection comes, നമ്മളെ അതിനകത്ത് ഒതുക്കി നിർത്താൻ to hold us in, ഒരു ശക്തിക്കും കഴിയത്തില്ല. there is no power in this world. പ്രിയ ദൈവ പൈതലേ, Dear child of God, നിനക്കെതിരായി ഉണ്ടാക്കുന്ന any power that holds you back, ഒരു ആയുധവും ഫലിക്കയില്ല. no bow will touch you. നമുക്കറിയാം. We know. ഹല്ലേലൂയ. Hallelujah. എസ്തർ, Esther, ഹല്ലേലൂയ, മൊർദെഖായി കൊട്ടാരത്തിന്റെ വാതിൽക്കൽ കിടക്കിയ. Mordecai sleeps at the door of the palace. ഹാമാന് തന്നോടുണ്ടായതായ വിരോധം And Haman was against Mordecai. ഒതുക്കണം. He need to somehow fix him. 50 മുഴം ഉയരമുള്ള തൂക്കുമരമുണ്ടാക്കി. He made a gallows that was 50 feet. Praise the Lord. Hallelujah. ഹല്ലേലൂയ. പക്ഷേ ഹാമാന്റെ ഭാര്യ പറയുന്ന ഒരു കാര്യമുണ്ട്. But Haman's wife tells him, അവൻ യഹൂദ ജനത്തിലുള്ളതാണോ? they are Jews. യഹൂദ വംശക്കാരനാണോ? Are they Jewish? അവനെ ജയിക്കാൻ കഴിയത്തില്ല. You won't be able to അവനെ win. തോൽപ്പിക്കാൻ കഴിയത്തില്ല. You can't defeat him. ദൈവ പൈതലേ, Dear child of God, നമ്മൾ ഒരു ദൈവ പൈതലാണെങ്കിൽ if you're a child of God, എനിക്കെതിരായി whatever comes against you, whatever comes against you, ഉണ്ടാക്കുന്ന ഒരു ആയുധവും ഫലിക്കയില്ല. nothing will come against you. നിന്നെ തകർത്തു കളയുമെന്ന്, If people think they can destroy you, തൂക്കിക്കളയുമെന്ന്, if they can hang you നിന്നെ ഇല്ലാതാക്കി കളയുമെന്ന് to make you nothing, ശത്രു വാദിക്കും. if the enemy will say, പക്ഷേ but നമ്മൾ ഒരു ദൈവ പൈതലാണെങ്കിൽ if you're a child of God, ഒരു ദുഷ്ട ശക്തിക്കും no evil spirit നമ്മളെ തൊടാൻ കഴിയില്ല. can touch you. ഇന്ന് ഹാമാൻ എവിടെയാ? Where is Haman today? അവൻ തന്നെ തൂക്കിയ കഴുമരത്തിൽ അവൻ തൂങ്ങിക്കിടക്കിയ. He's hanging on the same gallows he made for Mordecai. കൊട്ടാരത്തിനകത്ത് And Mordecai is now inside the palace. ശത്രുക്കളുടെ മുൻപാകെ മേശയൊരുക്കുന്ന He ദൈവം puts a banner in front of the enemies. അഭിഷേകം ചെയ്യുന്ന He, കർത്താവ്. he anoints me with sweet perfume. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, Dear child of God who listens to me today, പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുകയാണോ? if your expectations are gone, തലമുറയെ കുറിച്ചുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുകയാണോ? if your expectation about your children are gone, ഏത് വിധത്തിലെ പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്നത്? in whatever circumstances your expectations are gone, ഇറങ്ങി വന്നവനായ കർത്താവ്, but there is a God who comes down. ബെഥസ്ദ കുളക്കടവിൽ ഇറങ്ങി വന്നവനായ കർത്താവ്, He's a God who came to Bethesda. നമ്മുടെ കർത്താവിനെ കല്ലറയിൽ പുറത്തു കൊണ്ടുവന്നവനായ ഒരു പിതാവ്. He's a father who came out from the grave. ഒരു ഹല്ലേലൂയ എസ്തറിന് വേണ്ടി, മൊർദെഖായിക്ക് വേണ്ടി, യഹൂദ ജനത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു കർത്താവ്. He's a God who worked for Esther and Mordecai. Hallelujah. ഇന്ന് രാത്രികാലം നിരാശയോടുകൂടി ആയിരിക്കുന്ന പ്രിയ ദൈവ പൈതലേ, If you are here with sadness in your heart, നിരാശയോടുകൂടി പൈതലേ, if you are here with sadness, നമ്മുടെ കർത്താവ് ആർക്കും കടക്കാരനല്ല. our God is not a debtor. നമ്മുടെ കർത്താവ് ആർക്കും കടക്കാരനല്ല. God is not a debtor. നിന്റെ കണ്ണുനീര്, Your tears, നിന്റെ ഉപവാസം, your fasting, your prayers, ഇത് വൃഥാവാക്കത്തില്ല. it will not go to waste. കർത്താവിനെ
അതിനൊരു പെർഫെക്റ്റ് ടൈം ഉണ്ട്, But God has a perfect time. സമയമുണ്ട്. God has his time. ഹല്ലേലൂയ. Hallelujah. തക്ക സമയത്ത് നമുക്ക് വേണ്ടി അവൻ ഇറങ്ങി വന്ന് He പ്രവർത്തിക്കും. will come at the right time and work for you. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ബാംഗ്ലൂരിൽ ഞങ്ങള് നാട്ടിലെ വീട് വിറ്റിട്ട് ഹല്ലേലൂയ ഒരു ചെറിയ പ്ലോട്ട് വാങ്ങിച്ചു. And we sold our house in Kerala and we bought a small plot in Bangalore, 40 സൈറ്റ്. 30-40 sites. എന്റെ ഹസ്ബൻഡ് ഒരു സിവിൽ എഞ്ചിനീയർ ആണ്. My husband was a civil engineer. തനിക്ക് ആദ്യത്തെ അറ്റാക്ക് വന്നത് 95-ൽ വന്നപ്പോൾ When my husband got his first attack in 95, ചെറിയൊരു ഒരു പ്ലാൻ വരച്ചു. in a small paper he drew a plan അതിനകത്ത് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. and he kept it and prayed. പക്ഷേ കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങിയപ്പോൾ But when he went ആ for the പേപ്പറിൽ ministry പോയി. and the paper all പിന്നെ disappeared, എങ്ങനെങ്കിലും ആത്മാക്കളെ നേടണം, then he was only thinking about ചർച്ച തുടങ്ങണം, he was only thinking about ഈ the souls and ആഗ്രഹമായി. build the church. പക്ഷേ താൻ മരിച്ചു കഴിഞ്ഞപ്പോൾ But after he died, ആ ഡെഡ് ബോഡി കിടക്കുമ്പോൾ when the dead body was there, അന്നത്തെ ജനറൽ സെക്രട്ടറി KS ജോസഫ് പാസ്റ്റർ The general secretary K.S. Joseph Pastor, അനൗൺസ് ചെയ്തു, he announced ശുശ്രൂഷയിലായിരിക്കുമ്പോൾ when he was in the ministry, മരിച്ച ഒരു ദൈവദാസനാണ്, he's a pastor who died in ministry. സ്ഥലമുണ്ട്, There's a land, വെക്കണം. but he needs to make a house. ഈ IPCയിൽ അതിനു മുമ്പും അങ്ങനെ നടന്നിട്ടില്ല, അതിന് ശേഷവും നടന്നിട്ടില്ല. Such a thing has not happened before or after in IPC. ദൈവദാസന്മാർ വീട്ടിൽ വന്നു, The servants of God came ഞങ്ങളോട് ചോദിച്ചു വല്ല പ്ലാൻ ഉണ്ടോ. and they asked, "Do you have any plan?" എനിക്കാണെ അതിനെ കുറിച്ച് ABCD അറിയത്തില്ല, I don't know. പ്ലാൻ ഒന്നും. I don't know ABCD of these plans. പക്ഷെ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പേപ്പർ ഉണ്ടായിരുന്നു, And there was this paper, I said, ഞങ്ങൾ അത് തപ്പിയെടുത്തു, and we searched for it and got it, ആ പ്ലാൻ കാണിച്ചു കൊടുത്തു. and we showed them. 95-ൽ വരച്ച പ്ലാൻ. It's a plan that he drew in 95. ആ വരച്ച പ്ലാനിന്റെ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട് പേര്, ഡേറ്റ്. And on the side of it, he had written his name and date. ഒരു സൈഡിൽ എഴുതിയിട്ടുണ്ട് ഗോഡ്സ് മിറക്കിൾ. And on the other side, he wrote God's miracle. പക്ഷേ തനിക്കത് കാണാൻ പറ്റിയില്ലെങ്കിലും Even though he was not able to see it, റെന്റ് കൊടുക്കാതെ without giving rent, എനിക്ക് താമസിക്കാൻ ദൈവം ഒരു ഭവനം തന്നു. God gave me a house to stay സെയിം ആ പ്ലാനിൽ. in the same plan. അതിനകത്ത് വരുന്ന 2 ബെഡ്റൂമും ഹാളും ചെറിയൊരു ഇൻഡിപെൻഡന്റ് വീടാ. പക്ഷേ അതിനകത്ത് കയറി വരുന്നവർ പറയും എന്തോ ഇതിനകത്തൊരു പീസ് ഉണ്ടല്ലോ, ഒരു സന്തോഷമുണ്ടല്ലോ. Even though it was a 2-bedroom and a small hall, whoever comes into that house say there is a peace of God in this house. തനിക്ക് മറ്റൊന്നും ഞങ്ങൾക്ക് തരാൻ കഴിഞ്ഞില്ലെങ്കിലും If he was not, even though he was not able to give us anything, താൻ വിശ്വാസത്തോടെ വരച്ചു വച്ച ആ പ്ലാന് he drew a plan in faith. ഇന്ന് നിങ്ങൾ ബാംഗ്ലൂരിൽ വന്നാല് ഹല്ലേലൂയ ആ ഭവനത്തിനകത്ത് കടന്നു വരാം. If you come to Bangalore, you can come to my house. നമ്മുടെ കർത്താവ് ആർക്കും കടക്കാരനല്ല. Our God is not a debtor for anyone. നമ്മുടെ കർത്താവ് ആർക്കും കടക്കാരനല്ല. Our Lord is not a debtor. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, Dear child of God who listens to me, ആരെങ്കിലും ഭാരത്തിലിരിക്കുന്നെങ്കിൽ, if any of you here with burden, ആരെങ്കിലും വേദനയോടെ if ആയിരിക്കുന്നെങ്കിൽ, anybody here with pain, തലമുറയുടെ വിഷയമാണോ, if it's the children, ഹല്ലേലൂയ കുടുംബത്തിൽ നിന്ന് ആരും വരാത്തവരുടെ വിഷയമാണോ, or is it because nobody coming to the salvation സാമ്പത്തിക from വിഷയമാണോ, your family, or is it wealth, കടഭാരമാണോ, is it debt, ജോലിയുടെ വിഷയമാണോ, is it your job, എന്തു വിഷയമായാലും whatever the situation, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്ക്. pray in the presence of God. അവൻ തള്ളിക്കളയുന്ന ദൈവമല്ല, He's not a God who pushes you away. അവൻ ഉപേക്ഷിക്കുന്ന He ദൈവമല്ല. won't abandon you. തക്ക സമയത്ത് At the right time, പെർഫെക്റ്റ് ടൈമില് at the perfect time, ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്. God will work for you. എന്നും ഒരുപോലെ നിൽക്കാൻ അവൻ അനുവദിക്കുന്ന ദൈവമല്ല. He's not a God who will always keep it അവൻ like നമ്മളെ that. ലജ്ജിപ്പിക്കത്തില്ല പ്രിയ He will ദൈവമേ, not put you to shame. അവൻ ലജ്ജിപ്പിക്കത്തില്ല. He will not put you to shame. പക്ഷേ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ I always say, നമ്മൾ ദൈവസന്നിധിയിൽ വിശ്വസ്തരായി നിന്നാ മതി. you just have to be faithful in His presence. അല്പത്തിൽ വിശ്വസ്തനെയാ ദൈവം അധികത്തിൽ വിചാരകനാക്കുന്നത്. If you're faithful in less, He'll make you responsible for ഈ bigger things. സഭയ്ക്കകത്ത് വന്ന് We came to this ഒരു church. മൈക്ക് എടുത്ത് മാറ്റി വെച്ചാൽ, If I put aside a mic, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചെയ്താല് if you do something small, അതിനകത്തും പ്രതിഫലമുണ്ട്. there's a reward for that as well. ഹല്ലേലൂയ. Hallelujah. നമ്മൾ ഒരു സഭയുടെ ഒരു ഭവനത്തിന്റെ അംഗമാ. We are all members of one family. നമ്മൾ ഒരുമനപ്പെട്ട് നിന്നാൽ, If we stay together, നമ്മൾ ഐക്യതയോടെ നിന്നാൽ, if we stay together, ഹല്ലേലൂയ, ഇത്രയും ജനമല്ല, it's not about the ഇനി crowd. അനേകരെ, ഇനി- എത്രയോ പേരാ There's a lot more people പാരമ്പര്യത്തിന്റെ കെട്ടിക്കിടക്കുന്നത്, who are in the bondage of history, പൗരോഹിത്യ ബന്ധനത്തിൽ കിടക്കുന്നത്, sitting in the ചാരികമായ historical bondage, ആചാരാനുഷ്ഠാനങ്ങളിൽ കിടക്കുന്നത്. sitting in outside places. എനിക്ക് വളരെ ഭാരം തോന്നി ഈ ദേശത്ത് വന്നിട്ട്. When I came to this place, I felt a burden. ഒന്നിച്ച് കുടുംബ പ്രാർത്ഥനയില്ല, There's no family prayer. ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നില്ല. They're not sitting together and eating മക്കൾ food. മക്കളുടേതായ വഴി, Children are going their own way. മാതാപിതാക്കളുടേതായ വഴി. Parents are going their own way. പ്രിയ ദൈവമക്കളെ, Dear child ഹല്ലേലൂയ, of God, നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിച്ചാൽ, let's pray together. ഒരു ദൈവദാസൻ
ദാസന് മാത്രമല്ല, not for just one നമ്മളെ pastor, ഓരോരുത്തരെയും കർത്താവ് അത് but ഏൽപ്പിച്ചേക്കുന്നതാ. God has given to all of us the responsibility ആത്മാക്കളെ നേടിയെടുക്കാൻ, to get souls, സുവിശേഷം പറയാൻ. to give salvation. കഴിഞ്ഞ ദിവസം ഞാനൊരു മർത്തോമ ഭവനത്തിൽ പോയി. I went to a Marthamite ആ house. ബ്രദറിന് ജോലിയില്ല. The brother doesn't have a job. അവരോട് സുവിശേഷം പറഞ്ഞു പ്രാർത്ഥിച്ചു. I ഞാൻ shared ഇവിടുത്തെ അഡ്രസ് കൊടുത്തു. I shared the word, 1.5 മണിക്കൂർ ദൂരെയും കണ്ട but they are far away. ഒരു കൊച്ചു കുഞ്ഞുണ്ട് 8 They മാസമായത്. got 8-month-old child. നമുക്ക് പ്രാർത്ഥിക്കാം. Let's pray for them. അനേകരെ കർത്താവ് വിടുവിച്ചെടുക്കട്ടെ. Let God deliver many people. യേശുവിനെ അറിയട്ടെ. Let people know Jesus. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തു. Our Lord's coming is near. ആരും നഷ്ടപ്പെട്ടു പോകരുത്. Nobody should be lost. നമുക്ക് ഒന്നിച്ചു നിൽക്കാം. Let's stand together. ദൈവനാമത്തിന് വേണ്ടി നിൽക്കാം. For His name, let's stand ദൈവം together. നമ്മളെ May സഹായിക്കുമാറാകട്ടെ. God bless us. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന For this city, ദൈവദാസനോടും കുടുംബത്തോടും and for the pastor and his family, ദൈവസഭയോടുമുള്ള and to the church, നന്ദി അറിയിക്കുന്നു. I give my thanks. എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ദൈവദാസനോടുള്ള നന്ദി അറിയിക്കുന്നു. Thank you. യേശുവാർക്കും ബാധ്യതയല്ല, അവനൊപ്പം പറവാനാരുമേയില്ല, അവനെ പോലാരാധ്യനില്ല. ഹല്ലേലൂയ, 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 ആമേൻ. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ദൈവിക ആലോചന ഹല്ലേലൂയ കേൾക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. കർത്താവിൻ്റെ ദാസിയിൽ കൂടി ഹല്ലേലൂയ കേൾപ്പിച്ച വചനങ്ങളെ നമുക്ക് ഹല്ലേലൂയ ഓർക്കാം. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്താൽ കഴിയാത്ത കാര്യമില്ല. നത്തിങ് ഈസ് ഇമ്പോസിബിൾ വിത്ത് ഗോഡ്. ഹല്ലേലൂയ. ഹി ഈസ് നോട്ട് debtor to anyone. Hallelujah. Praise the Lord. Whatever we do for God, He will hallelujah bless us. Hallelujah. Praise the Lord. നാം എന്ത് ഹല്ലേലൂയ കർത്താവിൻ്റെ ദാസി ഓർപ്പിച്ചതുപോലെ ഒരു ചെറിയ കാര്യം ചെയ്തിരുന്നാലും നമുക്ക് ഹല്ലേലൂയ വിടുതൽ തരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം നമുക്ക് കേൾക്കുവാൻ തക്കവണ്ണം കർത്താവ് ഇടയായി തീർന്നു. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെ ദാസിയെ ഓർത്ത് തുടർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് സ്തോത്രം താൻ ചെയ്യുന്ന ഹല്ലേലൂയ ഓൺലൈൻ മിനിസ്ട്രിയെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അനേകർക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അനേകർക്ക് ഹല്ലേലൂയ അതൊരു അനുഗ്രഹമായി തീരുന്നു. Hallelujah. Let us uphold, hallelujah, our hallelujah online ministry, hallelujah, which is being blessed, hallelujah, for many people around the world, hallelujah. Praise the Lord, hallelujah. Praise the Lord. Hallelujah. Also, hallelujah. I just want to thank you all for coming here, especially, hallelujah. The first time came, I think it's Sheba's sister. Is it? Okay. Praise the Lord. Hallelujah. Sister Sheba and husband. Hallelujah. What's the name, sir? Dennis. Let us, hallelujah, welcome, hallelujah, Sister Sheba and Brother Dennis, hallelujah, in our midst, hallelujah. We appreciate your coming here, hallelujah. They are known to Sunila sister, hallelujah, because of their online ministry, hallelujah. They yesterday they called us and they came here, hallelujah. They are not new to Singapore. They are living in Singapore, hallelujah. Especially they are known to the New Caris Mission, hallelujah. Pastor Don, hallelujah. Pastor Don is to minister in their church also, hallelujah. Praise the Lord, hallelujah. They are attending Pentecostal church in Balestier Road, hallelujah. Praise the Lord, hallelujah. God bless you, hallelujah. I appreciate all the people who gather here, hallelujah. God bless you, hallelujah. Especially, hallelujah, those who are going to travel, hallelujah. Let us uphold them in our prayer, hallelujah. Nikhil, hallelujah, father name, mother name,
നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവ് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സാറ സിസ്റ്റർ, ജോയ് മോള് കടന്നു വരുവാനിടയായി അവരെ സഹായിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ യാത്രയെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഫിലിപ്പ് ബ്രദറും ഫേബർ സിസ്റ്ററും കുഞ്ഞുങ്ങളുമായിട്ട് കടന്നു വരുവാനിടയായി കർത്താവ് അവരെ സഹായിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഹല്ലേലൂയ. ഫേബർ സിസ്റ്റർ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അറിയാൻ വയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കരങ്ങൾ ഉയർത്താം. ഫീബി നമ്മൾ ഫേബ എന്ന് പറഞ്ഞ എൻ്റെ ഭാര്യ ഫേബ, എന്നാൽ ഫേബ എന്ന് ഫീബി എന്ന് പറയുന്നത്. ഓക്കെ, അത് ഇംഗ്ലീഷിനകത്ത് പറയുന്നുണ്ട് ഫീബി എന്നാണ് വായിക്കുന്നത്, മലയാളത്തിൽ ഫേബ എന്നാണ് വായിക്കുന്നത്. ഓക്കെ, എനിവേ ദാറ്റ്സ് എ ഗുഡ് തിങ്. സോ Phoebe sister, hallelujah, you all know that previously she came to our New Destiny Church in Jending Road, Kalang Pudding Road, hallelujah. She is our old church member and Matthew's uncle's daughter, hallelujah. ഇവിടെ നമ്മുടെ ബോർഡ് മെമ്പർ ആയിരുന്ന മാത്യൂസ് അങ്കിളിൻ്റെ മോളാണ് ഫീബി, hallelujah. As you all know, last year as well as this few months ago, their grandfather and grandmother passed away and to the glory, hallelujah. Kunyamma Varghese, you might have heard in the group, hallelujah. That is their grandmother, hallelujah. Praise the Lord. Hallelujah. Let us uphold them in our prayers. Hallelujah. Also, let us pray for Brother Godwin, who came for study here. Hallelujah. Praise the Lord. Also, let us pray for Jinsi, sister, and family. Hallelujah. It's a great blessing that God gave them the PR here. Those who are applied for PR, don't lose the hope. Definitely God will open a way for you and bless you and get the PR. Now, hallelujah, the next hallelujah blessing they want is, hallelujah, what they want, the next blessing is the house, hallelujah. Praise the Lord. God will, hallelujah, provide a house for them, hallelujah. Now, hallelujah, everything is dark, hallelujah. As in we read that, hallelujah, when there is darkness comes, there will be a wind blow and the light will shine, hallelujah. കാർമേഘങ്ങൾ കൊണ്ട് മൂടിയിരിക്കും, എന്നാൽ കാറ്റടിക്കുമ്പോൾ ആ കാർമേഘം മാറും, ഹല്ലേലൂയ. വഴികളെ തുറക്കും, പ്രകാശം ഉദിക്കും. സിസ്റ്ററിന്റെ ജീവിതത്തില് ഹല്ലേലൂയ കർത്താവ് അങ്ങനെ ഒരു വഴി തുറക്കാൻ പോകുന്നതിനാൽ നമ്മുടെ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാമോ? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ജയ സിസ്റ്റർ പറഞ്ഞുവല്ലോ, ഹല്ലേലൂയ യാത്ര ചെയ്തു. ഹല്ലേലൂയ. എവിടെയാണ് പോയത്? ഹിമാലയ മൗണ്ടൻസിൽ. ഹല്ലേലൂയ. In 1990s, hallelujah, I went to Ladakh, you know. When I was working in Indian Airlines, one of our 737 aircraft was grounded there, faulted. They could not start the engine. So they sent a relief flight from Delhi to Ladakh, and I was one among the staff there going there. So there it is beautiful place. When we land at the Himalayan, you can see all the whitish, hallelujah, mountains like hallelujah, flour mill, hallelujah, how the flour is hallelujah pouring out like that. It's all the hallelujah, മഞ്ഞിന്റെ കൂമ്പാരങ്ങൾ കാണാൻ സാധിക്കും. അതിൻ്റെ ഇടയിൽ കൂടെ വേണം എല്ലാം ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുവാൻ. Hallelujah, it is almost about 11,000 feet is the Ladakh. When I went there, hallelujah, it was hallelujah very cold place. You know, can you imagine how much was the temperature there? Hallelujah. എത്രയായിരിക്കും ലഡാക്കിൽ 11,000 അടിയിൽ ഉയരത്തിലുള്ളത്? -36. -36 ഞാൻ കയ്യും പറച്ചിങ്ങനെ പോവുക, കോട്ടൊക്കെ ഇട്ട് പോവുകയാണ്. അവിടെ ചെല്ലുന്നുണ്ടേ ഹല്ലേലൂയ, ഓവർനൈറ്റ് കിടന്ന പ്ലെയിനിലെല്ലാം വാക്സ് പോലെ വെള്ളം ഇങ്ങനെ ഐസ് ഇങ്ങനെ തൂങ്ങിക്കിടക്കുക, വാക്സ് പോലെ. അത് ഒടിച്ചിട്ട് ആൾക്കാർ തിന്നും. ഐസ് ഇങ്ങനെ തൂങ്ങിക്കിടക്കുക, അത് അടിച്ചിട്ട് തിന്നും. അത്രയ്ക്ക് ഹല്ലേലൂയ തണുത്തിരിക്കുന്നതാണ്. ഞാൻ പെട്ടെന്ന് ചാടിക്കയറാൻ, പ്ലെയിനിലൊക്കെ ചാടിക്കയറാൻ, ഹോൾഡ് ഓൺ 11,000 വെയിറ്റ് ആണ്. ഓക്സിജൻ ലെവല് വെരി ലോ ആണ്. നമുക്കവിടെ നമ്മൾ മയങ്ങി വീഴാൻ, അതുകൊണ്ട് പതുക്കെ പോകണമെന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് ലഡാക്ക്. സിസ്റ്റർ പോയായിരുന്നോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗോഡ് ബ്ലെസ്. ഹല്ലേലൂയ. ആ ഏരിയയിലെല്ലാം ഹല്ലേലൂയ കർത്താവ്, ഹല്ലേലൂയ, അവിടെയെല്ലാം കർത്താവിൻ്റെ സുവിശേഷം പരക്കട്ടെ. അനേക ദൈവദാസന്മാർ അവിടെ പോയി പ്രവർത്തിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ക്യാപ്റ്റൻ ഷമുവേലും ഗ്രൂപ്പും ടീമും എല്ലാം പോയി പ്രവർത്തിച്ചിട്ടുണ്ട്. ആ ഏരിയയിലെല്ലാം കർത്താവ് തുടർന്ന് സഹായിക്കുമാറാകട്ടെ. കർത്താവ് സ്തോത്ര. സൗഖ്യത്തോടെ ഈ ദിവസങ്ങൾ നമുക്കറിയാം വളരെ എയർ പോക്കറ്റിങ് നടക്കുകയാണ്. വെതർ എല്ലാം വെരി ബാഡാണ്.
സിംഗപ്പൂർ എയർലൈൻസിന്റെ കാര്യം നമുക്കറിയാം. SQ321 ഹാലലുയ എയർ പോക്കറ്റ് വീണിട്ട് ഒരാൾ മരിച്ചുപോയി. പലർക്ക് ഹാലലുയ ഇഞ്ചുറി ഉണ്ടായി. ഹാലലുയ നമ്മുടെ പ്രസിഡന്റും ഹാലലുയ പ്രൈം മിനിസ്റ്ററും എല്ലാം അവർ കണ്ടോളൻസ് പറഞ്ഞത് നിങ്ങൾ ന്യൂസിനകത്തിലേക്ക് വായിച്ചു കാണും. എല്ലായിടത്തും എത്രയോ പ്ലെയിനുകളുണ്ട്. അതിനുശേഷം എവിടെ നോക്കിയിരുന്നാലും എയർ പോക്കറ്റ്. കർത്താവിൻ്റെ ദാസ്യ സൗഖ്യത്തോടെ കൊണ്ടുവന്നതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹാലലുയ, പ്രൈസ് ദി ലോർഡ്, ഹാലലുയ. അതുപോലെ തന്നെ ഇന്ന് ഇപ്പോൾ ഓൺ ദ വേയിലാണ് പ്രൈസിമോളുടെ പേരൻസ് ഓൺ ദ വേയിലാണ്. അവർ ഫസ്റ്റ് ടൈം അവർ ടുഗദറിൽ സിംഗപ്പൂരിൽ കടന്നു വരുന്നു. അവരുടെ യാത്രയിൽ കൂടിയിരിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഹാലലുയ, പ്രൈസ് ദി ലോർഡ്, ഹാലലുയ. ഇനി ഏതെങ്കിലും പ്രാർത്ഥന വിഷയങ്ങൾ ഹാലലുയ ഉള്ളവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ഹാലലുയ അല്പം കൂടി നീട്ടി പോകുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ എന്താണ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് അറിയാമല്ലോ. ഹാലലുയ, പ്രൈസ് ദി ലോർഡ്. ഭാരപ്പെടേണ്ട. ഹാലലുയ, ഇറ്റ്സ് ഓൺ ദ വേ. ഹാലലുയ, പ്രൈസ് ദി ലോർഡ്, ഹാലലുയ. കർത്താവ് നമ്മെ അത്ഭുതകരമായിട്ട് ഹാലലുയ ഇതുവരെയും നമ്മെ സഹായിച്ചു. തുടർന്നും ഹാലലുയ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഹാലലുയ. നമുക്ക് ഹാലലുയ പ്രാർത്ഥിക്കാം. ഹാലലുയ, പ്രൈസ് ദി ലോർഡ്. എന്താ പറയുക? ഓൺ ദ വേ. ഓക്കെ. ഗുഡ് ന്യൂസ്. ഹാലലുയ, പ്രൈസ് ദി ലോർഡ്, ഹാലലുയ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഹാലലുയ, പ്രൈസ് ദി ലോർഡ്, praise the Lord, praise the Lord, praise the Lord, praise the Lord. Nothing is impossible with our God. Hallelujah. നമ്മുടെ ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. ഹാലലുയ. 12 വർഷക്കാലം രക്തസ്രാവക്കാരിയായിരുന്ന സ്ത്രീ ഹാലലുയ വിശ്വാസത്തോടെ യേശുവിനെ തൊട്ടപ്പോൾ ഹാലലുയ അവൾ ഇൻസ്റ്റന്റ്ലി സൗഖ്യമാകുവാൻ കണ്ണുമിടയായി തീർന്നു. ഹാലലുയ. ചുറ്റുപാടുമുള്ള ഹാലലുയ അപ്പോസ്തലന്മാർക്ക് ശിഷ്യന്മാർക്ക് ഒന്നും മനസ്സിലായില്ല. എന്നാൽ ഹാലലുയ യേശുവിന് മനസ്സിലായി, എന്നെ ആരോ തൊട്ടു എന്ന്. ഹാലലുയ. ഈ കർത്താവിൽ നിന്ന് സൗഖ്യത്തിന്റെ ശക്തി വ്യാപരിച്ചപ്പോൾ സൗഖ്യമാകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹാലലുയ. പലപ്പോഴും ഹാലലുയ ആ പക്ഷവാത രോഗിയെ പോലെ ബെഥസ്ദ കുളക്കരയിൽ ഇരിക്കുന്ന പക്ഷവാത രോഗിയെ പോലെ ആരെന്നെ സഹായിക്കും, ആരെനിക്ക് വേണ്ടി ഹാലലുയ എന്നെ ഒന്ന് പൊക്കിയെടുത്ത് ആ ദൂതന് കലക്കുന്നുണ്ട് ഇറക്കുമെന്ന് പറഞ്ഞ് ഭാരപ്പെട്ടിരിക്കുന്ന സമയമുണ്ട്. ഹാലലുയ. ഓ ഹാലലുയ. ഇന്ന് പകൽവേളയിൽ നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവം ഇറങ്ങി വരുന്ന ദൈവമാണ്. ദൂതനല്ല ഇറങ്ങി വരുന്നത്. ഹാലലുയ. കർത്താവ് തന്നെ നമ്മുടെ പ്രശ്നത്തിന്റെ നടുവിൽ ഇറങ്ങി വരും. ഹാലലുയ. കർത്താവ് സ്തോത്രം. ഹാലലുയ. പ്രിയപ്പെട്ടവനെ ഹാലലുയ സൗഖ്യമാക്കി വിടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. കർത്താവിനോട് സ്തോത്രം ചെയ്യുന്നു. ഹാലലുയ. മരിച്ചു ഹാലലുയ വളരെ ദുഃഖത്തിലിരുന്ന് ഹാലലുയ ആ നയിലെ വിധവ ഹാലലുയ ഇനി തൻ്റെ ആശ്രയമെല്ലാം നഷ്ടപ്പെട്ട് വേദനിച്ചിരിക്കുമ്പോൾ ഹാലലുയ ഒരു മരണ യാത്രയായിട്ട് ഹാലലുയ അവൾ ഹാലലുയ നഗരത്തിന് പുറത്തേക്ക് പോകുമ്പോൾ ഇതാ ഹാലലുയ മരണത്തെ അല്ല ജീവന്റെ ജാഥയുമായിട്ട് ജീവൻ ആ പട്ടണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഹാലലുയ. മരണവും ജീവനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ. ഹാലലുയ. എന്താണ് സംഭവിച്ചത്? ഹാലലുയ മരണം തോറ്റു. ഹാലലുയ. ജീവൻ ജയിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹാലലുയ. യേശു വന്ന് ആ മഞ്ചത്തെ തൊട്ടപ്പോൾ ഹാലലുയ ആ ബാലൻ എഴുന്നേൽക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. കർത്താവ് സ്തോത്രം. ഹാലലുയ. ആ അമ്മയോട് പറഞ്ഞു, ഹാലലുയ മകളെ കരയേണ്ട. ഹാലലുയ. ഇന്ന് പകൽവേളയിൽ ഹാലലുയ ഭാരത്തോടെ വേദനയോടെ കൂടി കരയുന്ന അവസ്ഥയിലാണെങ്കിൽ ഹാലലുയ നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഹാലലുയ. കരയേണ്ട. ഹാലലുയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഭാരപ്പെട്ടിരിക്കുകയാണോ? വേദനപ്പെട്ടിരിക്കുകയാണോ? എൻ്റെ രോഗത്തിനൊരു സൗഖ്യമില്ലയോ? ഹാലലുയ. ഓ ഹാലലുയ 12 വർഷം ഹാലലുയ ഓ ഹാലലുയ സകല വൈദ്യന്മാരാൽ തള്ളപ്പെട്ട് സമ്പത്ത് മുഴുവനും കൊടുത്തിട്ട് ഹാലലുയ ഒരു വീടിന്റെ മൂലയ്ക്ക് ഹാലലുയ ആരോടും സംസാരിക്കാതെ ഹാലലുയ ആരോടും ഇടപെടുവാൻ കഴിയാതെ അവളുടെ സമൂഹം അനുവദിക്കാതെ ഇരിക്കുമ്പോൾ അവൾക്കൊരു ചിന്ത വന്നു. ഹാലലുയ യേശുവിന്റെ വസ്ത്രത്തിലെങ്കിലും തൊട്ടാൽ ഞാൻ സൗഖ്യമാകും. ഹാലലുയ. എന്ന് പകൽവേളയില് നമ്മുടെ വിശ്വാസം ഒന്ന് പ്രവൃത്തിയിൽ കൊണ്ടുവരാ. ഹാലലുയ. ഹാലലുയ. ശാരീരിക ക്ലേശങ്ങൾ കൂടി കടന്നു പോകുന്നവരെ ഹാലലുയ വിശ്വാസത്തോടു കൂടി യേശുവിനെ തൊട്ടാൽ ഹാലലുയ ഹാലലുയ ഞാനത് അനുഭവിച്ചിട്ടുണ്ട്. ഹാലലുയ ഞാനത് അനുഭവിച്ചിട്ടുണ്ട്. ഹാലലുയ. ചില വർഷങ്ങൾക്ക് മുമ്പ് ഹാലലുയ ഞാനൊരു ദിവസം ഞാൻ ബാത്റൂമിൽ ഹാലലുയ ഞാൻ തെന്നി ഹാലലുയ വീഴുവാൻ തക്കൊണ്ട് ഇടയായി തീർന്നു. ഹാലലുയ എന്റെ മൂലാദണ്ഡ ഹാലലുയ താഴെ ഇടിക്കുവാൻ ഇടയായി തീർന്നു. ഹാലലുയ എനിക്ക് ചില ആഴ്ചകൾ ഹാലലുയ മാസങ്ങൾ ഹാലലുയ എനിക്ക് ഇരിക്കുവാൻ പറ്റത്തില്ലായിരുന്നു. ഹാലലുയ
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എവിടെയുള്ള നിമ്മി സിസ്റ്റർ ഹല്ലേലൂയ പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. നാട്ടിൽ നിന്ന് കിഴി കൊണ്ടുവരാം. ഹല്ലേലൂയ. നാട്ടിൽ നിന്ന് മാതാപിതാക്കൾ വരുന്നു, ഞാൻ കിഴി ഓർഡർ ചെയ്യാം, കിഴി കൊണ്ടുവന്നിട്ട് നമുക്ക് കിഴി പിടിക്കാമെന്ന്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അത്രയ്ക്ക് എനിക്ക് ഇരിക്കാൻ വയ്യ. ഹല്ലേലൂയ. ഞാൻ കുഷൻ ഇട്ടിട്ട് വേണം ഞാൻ എവിടെങ്കിലും ഒന്ന് ഇരു സൈഡിൽ ഇരിക്കാൻ പറ്റുന്നത്. എന്നാൽ ഹല്ലേലൂയ ഒരു ദിവസം ഞാൻ ഹല്ലേലൂയ ശനി ഞായറാഴ്ചത്തേക്ക് ഹല്ലേലൂയ ഞാൻ വചനം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഹല്ലേലൂയ എനിക്കൊരു പെട്ടെന്നൊരു മയക്കം വന്നു. ഹല്ലേലൂയ. ഞാൻ അവിടോട്ടൊന്ന് കട്ടിലൊന്ന് കിടന്നു. ഹല്ലേലൂയ. കിടന്നു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ ആരോ വന്ന് ഹല്ലേലൂയ എൻ്റെ ഹല്ലേലൂയ കുത്തിന് പിടിച്ചിട്ട് ഹല്ലേലൂയ അങ്ങോട്ട് കുലുക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. കുലുക്കി. ഹല്ലേലൂയ. എന്നെ അങ്ങോട്ട് ശരീരം ഇളക്കി. ഹല്ലേലൂയ. എന്നിട്ട് ഹല്ലേലൂയ അത് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കി ആരാണ് എന്നെ പിടിച്ചത്. ഹല്ലേലൂയ എനിക്കറിയില്ല. ഹല്ലേലൂയ. ഞാൻ എന്നിട്ട് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ വേദന എങ്ങോട്ട് പോയത്, ഞാൻ തറയിൽ ഹല്ലേലൂയ ഫ്ലോറിലിരുന്ന് നിരങ്ങി നോക്കി, എനിക്ക് വേദനയില്ല. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നമ്മുടെ ആവശ്യങ്ങളിൽ നമ്മുടെ രോഗശയ്യയിൽ ഹല്ലേലൂയ അവൻ എഴുന്നള്ളി വന്ന് നമ്മെ വിടുവിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഒരു മസാജിനോ ഒരു തിരുമിനോ എനിക്ക് പോകേണ്ടതായിട്ട് വന്നില്ല. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് എന്നെ ഹല്ലേലൂയ കരം തൊട്ട് ഹല്ലേലൂയ സൗഖ്യമാക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇവിടെ ഇരിക്കുന്ന ഹല്ലേലൂയ ആരെങ്കിലും ഹല്ലേലൂയ ശാരീരിക ക്ലേശങ്ങൾ കൂടി കടന്നു പോകുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ സൗഖ്യമാക്കുവാൻ നമ്മുടെ കരം കൂടെയുണ്ട്. ഹല്ലേലൂയ. ജയസിസ്റ്റർ ഇതിനുള്ള സാക്ഷിയാണ്. ഹല്ലേലൂയ. ജീവനുള്ള സാക്ഷിയാണ്. തൻ്റെ ഹല്ലേലൂയ ലിവറിന്റെ ഹല്ലേലൂയ മെജോറിറ്റി പോർഷൻ ഹല്ലേലൂയ സർജറി ചെയ്ത് കളഞ്ഞതാണ്. എന്നാൽ ഇപ്പോൾ 100% ഹല്ലേലൂയ ഹല്ലേലൂയ വളർച്ചയോട് കൂടി ഹല്ലേലൂയ ഇരിക്കുന്നത് നമ്മുടെ കർത്താവിന്റെ കരത്തിന്റെ സ്പർശനമാണ്. ഹല്ലേലൂയ. കർത്താവിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽവേളയിൽ ആര് ഹല്ലേലൂയ ഭാരപ്പെടുന്നുവോ കർത്താവ് തൊടുവാൻ ഇവിടെ ഹല്ലേലൂയ ഉണ്ട്. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യാത്ര ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ കർത്താവ് സഹായിക്കുന്നതിന് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജോസ് മാത്യു ബ്രദർ ഹല്ലേലൂയ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ജോസ് മാത്യു ബ്രദർ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ യാത്രയെ ഓർത്ത് പ്രാർത്ഥിക്കണം. 18-ാം തീയതി ഇനി ഒരാഴ്ച കൂടി ഉണ്ട്. ആ സമയങ്ങളിൽ തീരുമാനങ്ങളൊന്നും മാറാതെ വേണം ദൈവം ഹല്ലേലൂയ അവിടെ ഒരു പ്രൊട്ടക്ഷൻ ഹല്ലേലൂയ ഉണ്ടാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവമക്കളോട് പറയുമ്പോൾ ദൈവമക്കൾ പ്രാർത്ഥിക്കുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഹല്ലേലൂയ പറഞ്ഞത്. ഹല്ലേലൂയ. കർത്താവ് സ്തോത്രം. അവിടെ പോകുമ്പോൾ യാതൊരു പ്രോബ്ലങ്ങൾ ഉണ്ടാകാതെ വേണം കർത്താവ് ഹല്ലേലൂയ ശുശ്രൂഷകളെല്ലാം അനുഗ്രഹമായി നടക്കുന്നതിന് വേണ്ടി ആ പ്രിയ ദാസനെ ഹല്ലേലൂയ സ്നാനത്തിന് ശേഷം ഹല്ലേലൂയ ഒരു വലിയ വിടുതൽ ശരീരത്തിൽ അനുഭവിപ്പാൻ കർത്താവ് സഹായിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ വൈകിവേളയിൽ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കടന്നു വരുവാൻ ലഭിച്ചിരിക്കുന്ന ഈ ഭാഗ്യത്തിനും പദവിക്കുമായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട സമയത്ത് കർത്താവെ ദൈവസന്നിധിയിൽ ഞങ്ങളെ ഓരോരുത്തരെയും ഈ കഴിഞ്ഞ 6 മാസവും ഞങ്ങളെ പുലർത്തി കർത്താവെ ജീവനോട് നിലനിർത്തിയിരിക്കുന്ന നിന്റെ ജയഘോഷമായി നടത്തുമെന്ന വാഗ്ദത്തപ്രകാരം നീ ജയഘോഷമായി ഞങ്ങളെ നടത്തിയിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, പറയപ്പെട്ട ഓരോ വിഷയങ്ങളും ദൈവസന്നിധിയിൽ ഞങ്ങൾ കൈമാറുകയാണ്. ഞങ്ങളുടെ പ്രയാസമുള്ള വിഷയം പരിശുദ്ധാത്മാവും നിന്റെ കരങ്ങളിലേക്ക് ബലമേൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിന്മേൽ ദൈവപ്രവൃത്തി കണ്ട് സന്തോഷിക്കുവാൻ ഞങ്ങൾ കേട്ട സാക്ഷ്യം പോലെ കർത്താവെ നീ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എത്ര അധികമായി എത്ര ഭംഗിയായിട്ട് കർത്താവെ നീ കാര്യങ്ങൾ ക്രമീകരിച്ചു കർത്താവെ, ചിന്തിക്കുന്നതിലും നിനക്കുന്നതിലും അത്യന്തം പരമായിട്ട് കർത്താവെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സന്നിധി നിന്നുള്ള ഒരു അനുഗ്രഹത്തിന്റെ കൈമാറ്റത്തെ ഞങ്ങൾക്ക് കേൾക്കുവാൻ ആ വലിയ സാക്ഷ്യത്തെ ഉളവാക്കുന്ന ദൈവ വചനങ്ങളെ കേൾക്കുവാൻ കർത്താവ് ഇടിയാക്കിയ കൃപയ്ക്കായി സ്തോത്രം. സഹോദരൻ കേട്ടതുപോലെ കർത്താവെ കുടുംബത്തിൽ കർത്താവെ ചെയ്ത അത്ഭുതങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. വിടുതലിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ ഭൂമിയിൽ വിശ്വസ്തനായി ഇരിക്കുമ്പോൾ സ്വർഗത്തിലുള്ള നീതിയെ വെളിപ്പെടുത്തുന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ വൻ ശക്തി കുടുംബങ്ങളിൽ വ്യക്തിപരമായി ഇന്ന് കേട്ട ഓരോ കുടുംബങ്ങളിലും വ്യക്തിപരമായി ഇരിക്കുന്ന ഓരോരുത്തരുടെ മേലും കർത്താവെ അത് വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരുടെ ദൈനംദിന ജീവിതത്തിൽ കർത്താവെ ജോലി മണ്ഡലങ്ങളിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ കർത്താവ് ശുശ്രൂഷകളിൽ അവർ വിശ്വസ്തരായിരിക്കുമ്പോൾ സ്വർഗം തുറന്ന് സ്വർഗത്തിലെ ദൈവം തന്റെ വിശ്വസ്തത പാലിക്കുന്നത് കാണുവാൻ സാക്ഷ്യങ്ങളെ ഉളവാക്കുവാൻ കർത്താവെ ഈ ദിവസങ്ങൾ അത് ഉതകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ 6 മാസത്തെ നടത്തിയ കർത്താവ് മുമ്പോട്ടും എന്നെ ധൈര്യത്തോടെ നടത്തുവാൻ കർത്താവ് വിശ്വസ്തനായ ഒരു ദൈവമുണ്ടെന്ന് ദൈവമേ മനസ്സിലാക്കുവാൻ കർത്താവെ നിന്റെ വചനം പറയുന്നത് പോലെ കർത്താവെ ദൈവമേ വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ വാഗ്ദത്തങ്ങളെ പ്രാപിച്ച ദൈവമേ കർത്താവ് നിന്റെ മക്കൾക്ക് അനുകാരികളായിരിക്കുവാൻ നിന്റെ വചനം പറയുന്നത് പോലെ കർത്താവെ വിശ്വാസത പാലിക്കുവാൻ കർത്താവെ വിശ്വാസത്തോട് പ്രത്യാശയോടുകൂടെ ഞങ്ങളോടുള്ള വാഗ്ദത്തങ്ങളെ നിറവേറ്റുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ദൈവമേ ഞങ്ങളെ ഭരിച്ചു നടത്തണമേ. പരിശുദ്ധാത്മാവ് ഞങ്ങളെ വഴികാട്ടിയായി മുമ്പേ ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ യാത്ര ചെയ്യുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. നിന്റെ മക്കൾക്കോടുള്ള കരുതൽ എത്ര വലുതാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്ന കർത്താവെ ഭൂമിയിൽ കർത്താവെ നീ ദൈവമേ ചെയ്യുന്ന അത്ഭുതങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ വാനുമേറി ദൈവമേ യാത്ര ചെയ്യുമ്പോഴും വിമാനത്തിലുള്ളപ്പോഴും കർത്താവെ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം ദൈവമേ അവരെ ശാശ്വത ഭുജങ്ങളിൽ
ദൈവമേ പരിപാലിക്കുന്ന വിധങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവ്. ഈ വരുന്ന ദിവസങ്ങളിൽ വിശ്വാസത്തിന്റെ യാത്രയോർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ്. നിന്റെ രാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടി കർത്താവ് അനേകരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ മകൾ ഉപയോഗിച്ച് 42 വർഷവും കർത്താവിന്റെ കൃപയിൽ ദൈവമേ പരിപാലിച്ച വിധങ്ങളെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഈ വരുന്ന ദിവസങ്ങളിൽ ദൈവമേ ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി ദൈവരാജ്യത്തിന്റെ പ്രവർത്തിക്ക് വേണ്ടി നീ മകനും കടന്നു പോകുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ കാവലും ദൈവമേ കർത്താവെ കരുതലും ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷകളെ ഏറ്റവും അനുഗ്രഹമാകണമേ. നല്ല കാലാവസ്ഥകളെ കൊടുക്കണമേ കർത്താവെ. യാതൊരു വിധമായ പ്രയാസങ്ങളിൽ വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ മികളങ്ങടെ ശാശ്വത ഭുജവും കർത്താവ് മികളങ്ങടെ മേഘവും കീഴങ്ങടെ ശാശ്വത ഭുജവും കാവലും തുണയുമായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. നിന്റെ കരങ്ങൾ ഭദ്രമായിരിക്കണം. ആ ശുശ്രൂഷകൾ ഏറ്റവും അനുഗ്രഹമായി ചെയ്യുവാൻ കർത്താവെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമേ അനേകർ ദൈവമേ ഇന്ന് കടന്നുകൊണ്ട് വചനം കേട്ടു, അനേക വിഷയങ്ങൾ കൈമാറി. ആ വിഷയത്തിന്റെ മേലെല്ലാം കർത്താവിന്റെ കരം അനുകൂലമായി സഹായത്തിന്റെ കരം എത്തുന്നിടത്ത് നിന്റെ മക്കളെ പരിപാലിക്കണമേ കർത്താവെ. സ്നേഹത്തോടെ ദൃഷ്ടി വെച്ചവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. നിന്റെ പരിപാലനം അനുഭവിച്ച് അവർ ജീവനുള്ള സാക്ഷികളായി കർത്താവെ വരുവാൻ കർത്താവ് ഇടിയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. അപ്പാ ദൈവമേ എത്രയോ വചനങ്ങൾ കർത്താവ് ഞങ്ങൾ കേട്ടു, അനേകരെ ജയഘോഷമായി നടത്തിയ കർത്താവ്. മുമ്പോട്ടുള്ള ദൈവമേ ഞങ്ങളുടെ ഓരോ ദൈനംദിന ജീവിതത്തിൽ മുമ്പോട്ടുള്ള ഞങ്ങളുടെ യാത്രയിലും കർത്താവെ ദൈവമേ കർത്താവെ നീ ഞങ്ങളെ ജയഘോഷമായി നടത്തും കർത്താവെ. ദൈവമേ നിന്റെ വചനം പറയുന്നത് പോലെ ഞങ്ങളെ പിന്മാറത്തില്ല, ഞങ്ങളെ ജീവിപ്പിക്കണമേ കർത്താവെ. നീ ഞങ്ങളോട് കൂടെയുണ്ടല്ലോ. നിന്റെ വചനം ദൈവമേ ഏറ്റവും ശ്രേഷ്ഠമായി ജീവനുള്ള വചനങ്ങളായി ദൈവമേ തലമുറകളിലും ദൈവമേ വ്യാപരിക്കേണ്ടതിന് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ കൂട്ടായ്മ അനുഗ്രഹിച്ചതിനാ സ്തോത്രം. ഓരോരുത്തരെയും കടത്തിവിട്ട് അനുഗ്രഹിച്ചതിനാ സ്തോത്രം കർത്താവെ. അവരോടുള്ള ദൈവമേ നിന്റെ ദൈവമേ നീതിക്കായി സ്തോത്രം കർത്താവെ. അവർ ബലപ്പെട്ട് കടന്നു പോകുവാൻ, വിശ്വാസത്തിൽ ബലപ്പെട്ട് പ്രത്യാശയിൽ ബലപ്പെട്ട് കടന്നു പോകുവാൻ ദൈവമേ ഇനിയും ദൈവമേ നിന്റെ വചനത്തിൽ ആഴമായി പഠിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, ഉപവസിക്കുവാൻ എല്ലാം കർത്താവെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ ശുശ്രൂഷിക്കുവാൻ ദൈവമേ ഓരോരുത്തരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ ശുശ്രൂഷിക്കായി ദൈവമേ കർത്താവെ ദൈവമേ ഇന്ന് ദൈവമേ അത് ഏറ്റവും ഭംഗിയായി ചെയ്യുവാൻ വിശ്വാസം കൊടുത്ത സഹായത്തിനായി സ്തോത്രം ചെയ്യുന്നു. ബലപ്പെടുത്തണമേ. ഇന്നത്തെ ദൈവമേ കർത്തമേശ അനുഗ്രഹമാക്കിയതിനായി സ്തോത്രം. സ്തോത്രേച്ഛയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ആരാധിക്കുവാൻ ദൈവമേ നിന്റെ മക്കളെ നീ ബലപ്പെടുത്തിയതിനാൽ സ്തോത്രം. എല്ലാം ദൈവമേ നിന്റെ കരങ്ങളിലേക്ക് ബലമേൽപ്പിക്കുന്നു. ദൈവമേ ഈ പുതിയ ആഴ്ചയിൽ ഞങ്ങൾ ബലത്തോടെ ദൈവമേ കടന്നു പോകുവാനും ദൈവമേ നിന്റെ കൃപയിൽ ദൈവമേ ഞങ്ങളെ പൊതിയുമാറാണമേ. നിന്റെ ബലത്തോടെ ഞങ്ങൾ കടന്നുപോയി ദൈവമേ ഈ ആഴ്ചയും ദൈവമേ കർത്താവെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച ഞങ്ങളുടെ സ്വന്തം രക്ഷിതാവായ യേശു കർത്താവിന്റെ വലിയൊരു നാമത്തിൽ അപേക്ഷിക്കുകയോട് കേടുത്തരണമേ സ്വർഗീയ പിതാവേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ സഹവാസം പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളും ലോകമ്പാടുള്ള വിശുദ്ധന്മാരോടുകൂടെ വിശേഷാൽ യാത്ര ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുകൂടെ കർത്താവിന്റെ വരവ് എന്ന് വന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഹാലലൂയ. കർത്താവിന്റെ ദാസി സുനില സിസ്റ്ററിന് ഞങ്ങളുടെ സഭയിൽ കടന്നു വന്ന് വചനം ഷെയർ ചെയ്തതിന് വളരെ നന്ദിയുണ്ട്. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ കടന്നു വന്ന എല്ലാവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി അടുത്ത മാസം ഓഗസ്റ്റ് മാസം 8, 9, 10, 11 4 days ഇവിടെ കൺവെൻഷൻ പോലെ സ്പെഷ്യൽ മീറ്റിംഗ് ഉണ്ട്. പാസ്റ്റർ സുരേഷ് ബാബു ട്രിവാൻഡ്രത്തു നിന്ന് വന്ന് വചനം ഘോഷിക്കുന്നു. ദയവ് ചെയ്ത് നിങ്ങളെല്ലാവരും കടന്നു വരുവാനും ഈ ഡേറ്റുകൾ ഓർമ്മ വെക്കുവാനും ആ ദിവസങ്ങൾ നിങ്ങൾ ടൂർ പോകാൻ, അത് പബ്ലിക് ഹോളിഡേ ആണ്, ആ സമയത്ത് നിങ്ങൾ വെക്കേഷന് പോകാതെ വണ്ണം നിങ്ങൾ വചനം കേൾക്കുവാൻ ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു. കൂട്ടുകാരെ കൂടി അറിയിക്കുവാൻ ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു. സ്തോത്രം. ഈ സമയത്ത് ഹല്ലേലൂയ സാറാ സിസ്റ്റർ മകളുടെ ഹാപ്പിനെസ് കൊണ്ട് ഹല്ലേലൂയ നമ്മൾ സാറാ സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. തന്നെ ന്യൂ ഡെസ്റ്റിനി സ്ഥലത്ത് വന്നപ്പോൾ ഹല്ലേലൂയ she was pregnant. Hallelujah. Now she came with the child. Hallelujah. Because of the happiness, hallelujah, she has given hallelujah some chocolate, hallelujah, for the church. Hallelujah. Let us pray as well as let us pray for the food. Hallelujah. Outside. Hallelujah. കർത്താവേ, നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഹല്ലേലൂയ, ഞങ്ങൾക്ക് ഹല്ലേലൂയ ഈ കൂട്ടായ്മ തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വിശേഷിച്ച് സാറാ സിസ്റ്ററിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. തക്ക സമയത്തിന് മകളെ വിടുവിച്ചതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഹല്ലേലൂയ, ദാനമായി കൊടുത്ത് അനുഗ്രഹിക്കപ്പെട്ട ജോയ്മോക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, കുഞ്ഞിന്റെ വളർച്ചയുടെ എല്ലാ ഘട്ടങ്ങളിലും കുഞ്ഞിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ, നിഖിൽ ബ്രദറിനായി സ്തോത്രം. അവരുടെ കുടുംബജീവിതം ധന്യമായി തീരുവാൻ ഇടയാക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിന്റെ മക്കളുടെ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു.
കുഞ്ഞിനെ ജോയി മോളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവരിൽ കൂടി ലഭിക്കുന്ന ഈ നന്മയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഭക്ഷിച്ച് അങ്ങയുടെ നാമത്തിനായി ജീവിപ്പാനിടയാക്കണം. അതുപോലെ തന്നെ കർത്താവെ ഫുഡ് അറേഞ്ച് ചെയ്തു. കർത്താവെ അത് ഹല്ലേലൂയ അത് ഭക്ഷിച്ച് ബലപ്പെട്ട് അങ്ങയുടെ നാമത്തിനായി ജീവിപ്പാനെ ശുദ്ധീകരിച്ചു തരണം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക്